ഞാൻ ആ ചരിയത്തില്ലായിരുന്നു അവിടുന്ന്, അതിനകത്ത് നിന്ന് ഞാൻ മാറത്തില്ലായിരുന്നു. ചിലപ്പം അടുത്ത 3-4 സെക്കൻഡിനകത്ത് എന്റെ തലയുടെ മണ്ടയ്ക്ക് നീ വണ്ടി പോയാൽ, കാരണം ഞാൻ അന്നേരം ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ആരെങ്കിലും എടുത്ത് ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് നീ എന്റെ കണ്ണിൽ എപ്പോഴും തെളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്റെ കണ്ണ് അടയാൻ തുടങ്ങിയിട്ടുണ്ട്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ജെയ്സൺ ജോസ്മോനാണ്. ജെയ്സൺ ജോസ്മോനെ കുറിച്ചൊരു വാക്ക് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ്മോനും കുടുംബവും പൂനായിലെ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ആ പ്രിയപ്പെട്ടവരുടെ ദൈവം കൊടുത്തതായ മകൻ പ്രിയ ജെയ്സൺ 2023 തനിക്ക് നേരിട്ടതായ അതീവ ഗുരുതരമായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ മടങ്ങിവരവിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഈ സാക്ഷ്യം നാം കേൾക്കണം. മൊത്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ സാക്ഷ്യം ഒന്ന് കേൾക്കണം. തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വളരെ പ്രചോദനം പകരുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ബോധവാന്മാരാകുവാൻ സഹായകരമായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സാക്ഷ്യമാണ് പ്രിയ ജെയ്സൺ നമ്മോട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയ ജെയ്സനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ലൈവ് ടി വിയിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും പലയിടങ്ങളിൽ നിന്നുമാണ് ഈ ലൈവിൽ ജോയിൻ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് പൂനെയിലാണ്. എൻ്റെ പേര് ജെയ്സൺ ജോസ്മോൻ. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മിനിസ്റ്ററിലായിരിക്കുന്നു. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിച്ചൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ഞാനിപ്പം ബാംഗ്ലൂരിൽ വന്നിട്ട് ഒരു 7 മാസമായി. ഞാനിവിടെ ഒരു ചർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പ്ലസ് ഞാനൊരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ അക്കൗണ്ടന്റ് ആയിട്ടും ജോലി ചെയ്യുന്നു. ഞാൻ എൻ്റെ ശാസ്ത്രത്തിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിലോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നതും എവിടെയാണ് ജനിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സാക്ട് ടെസ്റ്റിമണിയിലോട്ട് കയറുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ്, ഞാൻ ജനിച്ചു വളർന്നത് ദെഹ്റോഡ് പൂനെ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് അവിടെ തന്നെയാണ്. എൻ്റെ സ്കൂളിംഗ് എല്ലാം ഞാൻ ചെയ്തത് സെന്റ് ജൂഡ് സ്കൂൾ. അത് കഴിഞ്ഞിട്ട് കുറെ സ്കൂൾ ഞാൻ മാറേണ്ടി വരുന്നു. കാരണം പപ്പ മിനിസ്ട്രിയിൽ ആയതുകൊണ്ട് ഞാനൊരു 5 സ്കൂളെങ്കിലും മാറി. 10ാം ക്ലാസ് ക്ലിയർ ആവുന്ന വരെ ഒരു 5 സ്കൂളെങ്കിലും ഞങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ദൈവം ഞങ്ങളെ കൊണ്ടുപോയി. മിനിസ്ട്രിയിലും ഞങ്ങൾ ഒത്തിരി ആക്റ്റീവായിരുന്നു. കൂടുതലുമായിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞങ്ങളുടെ മിനിസ്ട്രി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു പാസ്റ്ററിന്റെ വീട്ടിലാണ് ആക്ച്വലി ജനിച്ചു വളർന്നത്. ഞാനൊരു വിശ്വാസിയായിട്ടാണ്. പപ്പയും വിശ്വാസിയായിരുന്നു. ഞാനൊരു 3ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 2006 പപ്പ മിനിസ്ട്രിയിലോട്ട് സമർപ്പിച്ച് പപ്പ അതിനുവേണ്ടി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഓരോ ദിവസങ്ങൾ ദൈവം ഞങ്ങളെ ഓരോരോ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡെയിലി നേരിടുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി ബേസിൽ നോക്കുവാണെങ്കിൽ തന്നെ മിനിസ്ട്രി ലൈഫിൽ ഒത്തിരി ഞങ്ങൾക്ക് ഫൈറ്റിങ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുന്നോട്ട് പോകത്തില്ല എന്ന് ആ രീതിയിലുള്ള കുറെ ഫൈറ്റിങ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും എല്ലാം ദൈവം ഞങ്ങളെ വെളിയിൽ കൊണ്ടുവന്നു.
അങ്ങനെ ഞാൻ ഒത്തിരി സ്ട്രഗിൾസ് കണ്ടുകൊണ്ടിരുന്നപ്പം അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കാണുന്നതെന്ന് വെച്ചാൽ പപ്പ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. ഓരോരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ഫീസ് നിറയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. ചേച്ചിയുടെ പഠിത്തം നടത്താൻ വേണ്ടി ഡാഡി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-ാം ക്ലാസ് ആയപ്പം ഞാൻ സെന്റ് ജൂഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഏർലി മോർണിംഗ് രാവിലെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നത് ബെഡിൽ നിന്ന് എണീറ്റ് ഡയറക്റ്റ് ഞാൻ ഹോളിലോട്ടാണ് പോകുന്നത്. ഹോളിലോട്ട് പോകുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ശബ്ദം കേൾക്കുന്നത് വെച്ചാൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് മമ്മി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാചകമുണ്ട്. മമ്മി പറയും, എൻ്റെ മോന് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്, എൻ്റെ മോൻ അങ്ങ് ഉപയോഗിക്കണം. അങ്ങനെയാണ് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു, മമ്മി എനിക്ക് വേണ്ടി ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ അന്നേരം ചെറുപ്രായമാണ്, 3 വയസ്സാണ്. എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി അന്നു മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ദൈവമേ, ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഞാൻ എന്തെങ്കിലും ഒരു മിനിസ്ട്രി ചെയ്യും. സൺഡേ സ്കൂളിൽ ഞാൻ നല്ല ആക്റ്റീവ് ആണല്ലോ, ചർച്ചിൽ ഇന്നലെയൊക്കെ ഞാൻ ചെയ്യും. യൂത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അത് യൂത്ത് മീറ്റിംഗ് മാത്രമല്ല, എൽഡേഴ്സിന്റെ മീറ്റിംഗ് ആണെങ്കിൽ തന്നെ ഞാൻ അവിടെ പോയിരിക്കും. അവിടെ പോയിട്ട് അവർക്ക് എന്തോ ഹെൽപ്പ് വേണോ അതെല്ലാം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഞാൻ അന്നു മുതൽ ആക്റ്റീവ് ആയിരുന്നു. പറയാൻ വന്നത്, അത്രയ്ക്കും എനിക്ക് സുവിശേഷ വേലയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്നു മുതൽ ഞാൻ ദൈവത്തിനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു. ദൈവത്തിന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, എന്നെ നീ അങ്ങ് ഉപയോഗിക്കണം. ഇന്ത്യയിലും ആവട്ടെ, എന്തോ എന്റെ ജീവിതത്തിൽ നടന്നാലും അങ്ങ് എന്നെ ഉപയോഗിക്കണം. അങ്ങല്ലാതെ എനിക്ക് വേറെ ആരെയും ആശ്രയിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഡേ ബൈ ഡേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഓരോരോ ചിഹ്നങ്ങൾ ചോദിക്കുന്നത്, ദൈവമേ, എന്നോട് നീ സംസാരിക്കണം, എന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ദൈവം കാണിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ 2009 വരെ ഒരു എൻ്റെ ഏജ് ഒരു ഒരു 12-13 ഏജ് ആയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഐ ടെസ്റ്റ് നടക്കുമായിരുന്നു. ഐ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെല്ലാം ക്യാമ്പയിൻ നടക്കും. അവിടെ ഐ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഞാനും അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. എൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ടെന്ന് അവർ പറഞ്ഞു. കാഴ്ചക്കുറവെന്ന് വെച്ചാൽ എനിക്ക് ലോങ് വിഷൻ കാണാൻ പറ്റുന്നില്ല, പിന്നെ ചെറിയ ലെറ്റേഴ്സ് വായിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ വിചാരിച്ചു, ഇനിയും എന്തുവാ ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ജെയ്സൺ പോയിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി. വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് നിന്നെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ നിനക്ക് കണ്ണാടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ കാര്യത്തിൽ മുന്നേറാം എന്നുള്ള ഓർമ്മയോടെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നെ ഒരു കടയിൽ കൊണ്ടുപോയി, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒപ്റ്റിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി. അവിടെ എല്ലാം പോയി ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു കണ്ണാടി അവർ വെച്ച് തന്നു. അപ്പോൾ ആ സമയം മുതൽ ഞാൻ കണ്ണാടി വെക്കാൻ തുടങ്ങി. കണ്ണാടി വെച്ച ആ സമയം എൻ്റെ വീട്ടുകാര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു. ആ സമയം ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഇവനെ വിടുവിക്കണം, ഇവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാം ആ സമയം മുതൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതെല്ലാം എൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ വീട്ടില് ഒരു ഉപവാസ പ്രാർത്ഥന, ഞങ്ങളുടെ ചർച്ചിൽ എന്ന് പറയാം, ഞങ്ങളുടെ വീടും ചർച്ചും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചില് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും പങ്കുചേർന്നു. അങ്ങനെ വെളിയിൽ നിന്ന് ഒരു പാസ്റ്റർ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ വരാൻ താല്പര്യപ്പെട്ടു. അന്ന് ഞങ്ങൾ ആരും അറിയുന്നില്ല, ആരാ വരുന്നത്, എങ്ങനെ വരുന്നത്, ഒന്നും അറിയുന്നില്ല. ഈ പാസ്റ്റർ ആ ഏരിയയിൽ വന്ന സ്ഥിതിക്ക് ആ പാസ്റ്റർ ഞങ്ങളുടെ പപ്പയോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇവിടെ ചുമ്മാ ഒരു വിസിറ്റിന് വന്നതായിരുന്നു, ഇന്നിവിടെ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഒരാഴ്ച പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക, തീർച്ചയായിട്ടും വരണം, കുറച്ച് സമയം ഞാൻ വചനത്തിൽ നിന്നും ഷെയർ ചെയ്യാൻ തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പാസ്റ്ററുകൾ വന്നു. ആ പാസ്റ്ററുകൾ വന്ന നേരം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ പാസ്റ്റർ നല്ലപോലെ പ്രസംഗിച്ചൊക്കെ ആരാധനയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്നും ഈ കണ്ണാടി ഇങ്ങനെ അങ്ങ് മാറ്റിക്കൊണ്ടു പോയി. എൻ്റെ മുഖത്ത് നിന്ന് കണ്ണാടി മാറ്റി. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ വിചാരിച്ചു, എന്തോ പറ്റി, എൻ്റെ കണ്ണാടിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അതോ എന്നെ നോക്കി പേടിച്ചാണോ, എന്നെ നോക്കി എന്തെങ്കിലും പറ്റിയതാണോ, എനിക്കറിയില്ല. അപ്പം പുള്ളി ആ പാസ്റ്ററുകൾ എൻ്റെ കണ്ണാടി മാറ്റിയിട്ട് അവിടെ കൊണ്ട് പുൾപിറ്റിൽ കൊണ്ട് വെച്ചു. അപ്പൊ ഞാൻ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ എന്തോ പറ്റി, എന്തോ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാം. അങ്ങനെ പ്രാർത്ഥന എല്ലാം ഏകദേശം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, നിനക്ക് ഇന്നൊരു വിടുതൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്താ എങ്ങനെ പറയുന്നേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ നോക്കി ചിരിക്കുക, കാരണം എൻ്റെ കണ്ണിൽ കണ്ണാടി ഇല്ലാത്ത സ്ഥിതിക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അകത്തു കയറിയിരിക്കുന്ന പോലെ ഒരു വേറൊരു ഫേസ് ആണ് എൻ്റെ ഫേസ് അന്നേരം. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇന്നൊക്കെ ഒരു വിടുതൽ നടന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തോ പാസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ ചർച്ച വെച്ച എന്നോട് എല്ലാവരോടും പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ പാസ്റ്ററിന്റെ മോന് വലിയൊരു വിടുതൽ നടന്നിരിക്കുവാണ്. ഇനി മുതൽ അവന് കണ്ണാടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഷോക്കായിട്ട് പാസ്റ്ററിനെ നോക്കി. അന്നേരം പാസ്റ്റർ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ചിഹ്നത്തിന് വേണ്ടിയാണ്, ആ ചിഹ്നമാണ് ഇത്. നിനക്ക് മിനിസ്ട്രിയിലേക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിനും നിന്നെ കൊണ്ട് ഒത്തിരി ഉപയോഗമുണ്ട്. നീ ഇനിയും മിനിസ്ട്രിക്ക് വേണ്ടി ഒത്തിരി ഉപയോഗപ്പെടുന്ന ഒരാളാണ്. നിനക്ക് ഈ കണ്ണ് വെച്ച് തന്നെ ഒത്തിരി ലോങ് വിഷൻസ് കാണാനുള്ളതാണ്. ഈ കണ്ണ് വെച്ച് തന്നെ നിനക്ക് ബൈബിൾ വായിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നീ ഈ കണ്ണ് വെച്ച് നിനക്ക് മിനിസ്ട്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നീ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ നന്ദി, ഇങ്ങനെയുള്ള ഒരു ചിഹ്നം നീ തന്നല്ലോ. പക്ഷെ എന്നിട്ടും എനിക്കൊരു ചെറിയ വിശ്വാസക്കുറവുണ്ടായിരുന്നു. പാസ്റ്ററിനോട് ചോദിക്കും, എന്ത് പറ്റി, വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞു, ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ചർച്ചിലെ ഏറ്റവും ചെറിയ ലെറ്റേഴ്സ് ഉള്ള ആരുടെങ്കിലും എടുത്ത് ഒരു ചെറിയ ബൈബിൾ ഉണ്ടെങ്കിൽ അത് ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനം 23 അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ബൈബിൾ ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു പുറകിൽ പോയിട്ട് ഞാൻ ഏറ്റവും ചെറിയൊരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അത് വായിച്ചു. ഒരു ഒരു തടസ്സവും ഇല്ലാതെ ദൈവം എനിക്ക് അത് മൊത്തം വായിക്കുവാൻ ഇടയാക്കി. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവം എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്റെ മനസ്സിൽ ദൈവം ഓരോ ദിവസങ്ങളിൽ മിനിസ്ട്രിയിലേക്കുള്ള താല്പര്യം കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മിനിസ്ട്രിയിലോട്ട് താല്പര്യം കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ 10ാം ക്ലാസ് ആയി. അത് കഴിഞ്ഞിട്ട് എന്റെ 12th 11th 12th ഒക്കെ തുടങ്ങാനായി. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ വന്നു, ദൈവമേ എനിക്കൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എന്റെ പേരൻസിനെ, എന്റെ ഫാമിലിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ. കാരണം അതിനു മുമ്പ് ഞങ്ങൾ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി മിനിസ്ട്രിയിൽ നിന്നും എന്താ പറയുന്നത് ഫൈറ്റിങ്സ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, കുറെ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എന്തിനു പറയുന്നു, ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിന് പോകാനാണെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൻകോടി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലം എന്ന് വെച്ചാൽ നല്ലൊരു മലയ്ക്ക് മേളിൽ കയറി പോകുന്ന ഏരിയ പോലെ, റോഡൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കയറ്റമാണ്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ആ കയറ്റം കയറി പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു 5 കിലോമീറ്റേഴ്സ് വേ ആണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഒക്കെ ഓടാനുള്ള എണ്ണ വണ്ടിക്കകത്ത് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയും പപ്പ എത്തിക്കൊണ്ട് ഞാൻ വണ്ടി തെള്ളുവാണ്, അല്ലെങ്കിൽ ഞാനും ചേച്ചി രണ്ടുപേരും വണ്ടി തെള്ളിക്കൊണ്ട് തിരിച്ചു വരാൻ നേരത്ത് പിന്നെ നല്ല സ്ലോപ്പ് ആണല്ലോ, വണ്ടി അങ്ങ് നേരെ വന്നാൽ മതി, അങ്ങനെ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രയ്ക്കും എന്താ പറയുന്നത്, ഞങ്ങൾ അത്രയ്ക്കും ദാരിദ്ര്യമുള്ള ഒരു വീട്ടിലായിരുന്നു ആ സമയത്ത്. കാരണം ഞങ്ങൾക്ക് മിനിസ്ട്രിയിൽ അധികം സപ്പോർട്ട് ഇല്ല. കിട്ടുന്ന സപ്പോർട്ടൊക്കെ ചേച്ചിയുടെ ഫീസ് നിറയ്ക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു, കുറെ കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ സമയം മുതൽ കാണുന്നുണ്ട്. എന്റെ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതും എല്ലാം നല്ലൊരു കോൺവെന്റ് സ്കൂളിലാണ്. പക്ഷേ ഈ സ്കൂളിലേക്ക് ഫീസ് നടക്കണമെന്ന് വെച്ചാൽ 24,000 റുപ്പീസ്, 28,000 റുപ്പീസ്, ഇങ്ങനെയൊക്കെയാണ് ഓരോ വർഷങ്ങൾ. ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ സഭയിൽ ഒരു അങ്കിൾ ഒരു സ്പോൺസർ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും, എന്ന് വെച്ചാൽ ജൂൺ മാസം സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്ക് ഡാഡി വിളിക്കും, ജോസ്മൻ പാസ്റ്ററെ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വരണം. അപ്പൊ ചിലപ്പോഴൊക്കെ പപ്പ എന്നെ കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാൽ പപ്പ എന്നെ മനസ്സിലാക്കാൻ കൊണ്ടുപോകുന്നതാണ്. നിനക്ക് വേണ്ടി ആൾക്കാരാണ് സ്പോൺസർ ചെയ്യുന്നത്, ഞാനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഡാഡി എന്നെ കൂടെ കൊണ്ടുപോകും. അന്നേരം ആ ഒരു ടേബിളിൽ ഒരു ക്യാഷ് ബണ്ടിൽ വെക്കും. എന്നിട്ട് ഡാഡിയോട് പറയും, ഇത് മോന്റെ ഫീസിന് വേണ്ടിയാണ്, ഇത്ര ഇത്ര രൂപ ഉണ്ട്, ഇത് മോന്റെ ഫീസ് നടക്കണം. അങ്ങനെ എന്റെ മനസ്സിൽ ആ സമയം മുതൽ എന്റെ മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു, ദൈവമേ എന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പോലും പൈസ ഇല്ലല്ലോ, എല്ലാവരും എന്നെ സ്പോൺസർ ചെയ്യുവാണല്ലോ. അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും 10ാം ക്ലാസ് മുതൽ ഇനി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ജോലി ചെയ്യും, ഇന്ത്യയിലേക്ക് ജോലി ചെയ്യും, പക്ഷെ പഠിക്കുകയും ചെയ്യണം, ആ രീതിയിൽ ഇന്ത്യയിലേക്ക് ജോലി ചെയ്യണം. അപ്പോൾ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എന്നെക്കാളും 7 വയസ്സ് 8 വയസ്സ് മൂത്ത കൂട്ടുകാരെല്ലാവരും. എനിക്ക് ആ ഒരു സ്വഭാവമുണ്ട് ഇപ്പോഴും. എനിക്ക് ഒരു അമ്മച്ചി അപ്പച്ചന്റെ കൂടെ ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്ന് സംസാരിക്കും. കാരണം അത്രയ്ക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റേത്. അപ്പോൾ ഞാൻ അങ്ങനെ ഏജോ അങ്ങനെ ഒന്നും നോക്കാറില്ല, ആരുടെ അടുത്ത് വേണമെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റും, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അങ്ങനെ എന്റെ കൂട്ടുകാരെല്ലാവരും എന്നെക്കാളും മൂത്തവരാണ്. അപ്പോൾ എനിക്ക് ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് 20 രൂപ സഹായം ചെയ്യുന്ന കൂട്ടുകാരെല്ലാവരും എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പപ്പയുടെ അടുത്ത് പോയി പറയത്തില്ല, എന്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി പറയും, അവരെനിക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ സമയത്ത് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാനൊരു കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കൊരു ജോലി ചെയ്യേണ്ട ഭയങ്കര ആവശ്യമുണ്ട്, എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുമോ, എവിടെയെങ്കിലും എനിക്ക് ജോലി കയറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ആളോട് സംസാരിക്കട്ടെ. അന്നേരം അവൻ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജെയ്സനെ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ഉണ്ട്, അവിടെ നീ രാവിലെ പോയിട്ട് ഡെലിവറി ബോയ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിൽ ചോദിക്കട്ടെ എന്തോ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു രാവിലെ ഞാൻ കളിക്കാൻ പോവാ, എനിക്ക് ഡെയിലി കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. എൻ്റെ അടുത്ത് ഒരു സൈക്കിളുണ്ട്. അപ്പൊ വീട്ടിൽ അറിയുന്നില്ല ഞാൻ എന്തുവാ രാവിലെ പരിപാടി എന്നുള്ള. അവർ വീട്ടിലാണ്, അവർ വിചാരിക്കും ഞാൻ എവിടോ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തോ കളിക്കാൻ പോവാണെന്ന് വിചാരിച്ചു. അപ്പം ഡെയിലി രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ ഇടാൻ പോകും. മാസം എനിക്ക് ഒരു 600 റുപ്പീസ്, 300 to 600 റുപ്പീസ്, നമ്മൾ എത്ര പേപ്പർ ഇടുന്നോ അതനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടും. 300 to 600 റുപ്പീസ് മാസം കിട്ടും. അങ്ങനെ ഞാൻ ഈ 10ാം ക്ലാസ്സിന്റെ അവധി കഴിഞ്ഞപ്പം എൻ്റെ ജോലി തുടങ്ങി. അങ്ങനെ ആ ജോലി തുടങ്ങിയപ്പം തന്നെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, നീ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്, കോളേജൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ പറഞ്ഞു ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 11th സ്റ്റാൻഡേർഡ് അഡ്മിഷൻ ഒക്കെ എടുത്തു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോയിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു, പ്രിൻസിപ്പൽ സാർ, എനിക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, ഞാൻ പഠിക്കാനും താല്പര്യപ്പെടുന്നു, പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉടനെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസം പുള്ളിയുടെ അടുത്ത് നല്ലപോലെയൊക്കെ സംസാരിച്ച് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ ശരി കുഴപ്പമില്ല, നീ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതിത്താ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിക്ക് വേണ്ടി പെർമിഷൻ തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ എല്ലാം എഴുതി കൊടുത്ത് പുള്ളി എനിക്ക് ജോലിക്ക് വേണ്ടിയുള്ള പെർമിഷൻ എല്ലാം തന്നു. ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കമ്പനീസിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി, എവിടെയൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. എനിക്ക് അന്നേരം ഏജ് അത്ര ഒന്നുമില്ല, ഒരു 14, 15, 17 ആ വയസ്സ്, ആ പ്രായമാണ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. അപ്പോൾ ഞാൻ ഈ 600 രൂപ വെച്ചുകൊണ്ട് എത്ര നാൾ ഓടും എന്നുള്ള കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ഞങ്ങളുടെ പൂനെയിൽ എന്ന് പറഞ്ഞ ഒരു വടപ്പാവ് വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ പോലും എനിക്ക് ബാക്കി കയ്യിൽ കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെലവ് വരും, പ്രൊജക്ട് ചെയ്യണം, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, ഇങ്ങോട്ട് വരണം, വണ്ടിക്ക് വരണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ എന്റെ എക്സ്പെൻസ് ഒക്കെ പോവാണ്. അപ്പോൾ ഈ സമയങ്ങളെല്ലാം ഞാൻ ദൈവത്തിൽ പിന്നെയും ആശ്രയിക്കാൻ തുടങ്ങി. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഏതെങ്കിലും ഒരു വഴി തുറന്നു തരണം, എനിക്ക് വേണ്ടി എങ്ങനെയും നല്ലൊരു ജോലി ഒപ്പിച്ചു തരണമെന്നൊക്കെ ഞാൻ ദൈവത്തിനകത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്റെ കൂട്ടുകാരന്റെ അടുത്ത് ഞാൻ പിന്നെയും പോയി, ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ഈ 600 രൂപ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് പറയാം. അങ്ങനെ അവനും സംസാരിച്ചു. അവിടെ ടാറ്റ ടോയോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഹിഞ്ചവടി സൈഡിൽ, അത് ഞങ്ങളുടെ പൂനെയിൽ നിന്ന് അടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിന് അടുത്താണ്. പക്ഷെ ഒരേ പ്രശ്നമുള്ളൂ, അവിടെ നൈറ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഞാനിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കുട്ടിയാണ്, നീ എങ്ങനെ എന്നോട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ പറയാം? അപ്പൊ അവൻ പറഞ്ഞു, നിനക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, നിനക്ക് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിനക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നൈറ്റ് ഡ്യൂട്ടി ചെയ്താലേ നിനക്ക് അവിടെ അവര് പെർമിഷൻ കൊടുക്കത്തുള്ളൂ വർക്ക് ചെയ്യാൻ വേണ്ടി. കാരണം നിന്റെ ഏജ്, നീ under 18 ആണ്. അപ്പോൾ മോർണിംഗ് സമയത്ത് അവിടെയൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നീ മോർണിംഗ് സമയത്ത് അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ആ കമ്പനി അടക്കേണ്ടി വരും, നിനക്കും ഫൈൻ വരും, ഈ നിന്നെ ഹയർ ചെയ്ത ആൾക്കും ഫൈൻ വരും. അതുകൊണ്ട് നീ അവിടെ ജോലി ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഓക്കെ, ഞാൻ വീട്ടിൽ സംസാരിക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് വളരെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. സാധാരണ ഒരു പേരൻസ് ആണെങ്കിൽ, നമ്മുടെ പേരൻസ് ആരെങ്കിലും നമ്മളെ ഒന്നും സമ്മതിക്കത്തില്ല, കാരണം ഏജ് അത്രയാണ്, നീ എങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതൊക്കെ ചോദിക്കും. എന്റെ പേരൻസും ചോദിച്ചു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് തന്നെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു ഓക്കെ, അങ്ങ് നീ സൂക്ഷിച്ചൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ജോലി തുടങ്ങി. ഞാൻ രാവിലെ 8 മണിക്ക് തിരിച്ച് വീട്ടിൽ വരും, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് 8 മണിക്ക് തിരിച്ചു വരും, 9 മണിക്ക് ഞാൻ കോളേജിലെത്തും. അങ്ങനെ ഞാൻ പഠിക്കാൻ പോകും, തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയായിരുന്നു എന്റെ ഡെയിലി റൂട്ടീൻ. അങ്ങനെ ഞാൻ 11ാം ക്ലാസ് മൊത്തം അങ്ങനെ ജോലി ചെയ്തു, ആ കമ്പനി ജോലി ചെയ്തു. അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം എന്റെ മനസ്സിൽ കിടക്കുന്നത് എങ്ങനെയാലും പിന്നെയും ജോലി എവിടെയെങ്കിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. കാരണം എവിടെ എനിക്ക് 500 1000 രൂപ കൂട്ടി കിട്ടുന്നു, ഞാൻ ഉടനെ അവിടെ നിന്ന് ചാടും. ഇന്നൊരു കമ്പനിയിലാണെങ്കിൽ നാളെ എനിക്കൊരു ഓഫർ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത കമ്പനി ചാടും. ആ രീതിയിൽ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകും, ഞാൻ പറയും എനിക്കിപ്പം ഈ ജോലിയും മതിയാവുന്നില്ല, എനിക്ക് വേറൊരു ജോലി വേണം. അങ്ങനെ ഞാൻ ഓരോ കമ്പനി ഇങ്ങനെ ചെയ്തു തന്നിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ബ്രിട്ടാനിയ, ഞാനിപ്പോ ഷോർട്ടിൽ പറയാം, ഞാൻ എല്ലാ കമ്പനീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്, അതിന്റെ മാർക്കറ്റിംഗ് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാറ്റ ഡോകോമോക്ക് ഒരു സിം കാർഡ് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്, അവിടെ അവരുടെ ഗാലറിക്കകത്ത് ഞാൻ ജോലി ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലോട്ട് നമുക്ക് കയറാം. ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് വെച്ചാൽ ഞാൻ ഒരു 12ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു 18 വയസ്സൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനിയും ഒരു വണ്ടി വാങ്ങിക്കണം. കാരണം ഇപ്പൊ ഞാൻ ഈ ബസ്സും ലോക്കലും ട്രെയിനും ഒക്കെ കയറി എനിക്ക് മതിയായി, ഒരു വണ്ടി നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു വണ്ടി വാങ്ങിക്കാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബുള്ളറ്റിന്റെ ഷോറൂം ഉണ്ട്, റോയൽ എൻഫീൽഡിലെ ഷോറൂം ഉണ്ട്, അവിടെ തന്നെ പോയി ജോലി ചെയ്യാം. അവിടെ തന്നെ ജോലി ചെയ്തിട്ട് അവിടുന്ന് അധ്വാനിച്ച പൈസ കൊണ്ട് ഞാൻ ഒരു വണ്ടി വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ ഈ ബുള്ളറ്റിന്റെ ഷോറൂമിൽ പോയി അവിടെ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ എന്നെ സെലക്ട് ആക്കാം, കാരണം എനിക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാം,
ഓണസ്റ്റി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ അറിയാം. ഓണസ്റ്റ്ലി ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമറിന്റെ അടുത്ത് നല്ലപോലെ കൺവെർസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഓക്കെ നീ ബാ, ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ സെലക്ട് ചെയ്തിട്ട് എന്നെ ജോലിക്ക് കയറ്റി. അവിടുന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. കുറെ കാര്യങ്ങൾ ഞാൻ അധ്വാനിച്ച് പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു 13,500 റുപ്പീസ് അവിടെ സാലറി കിട്ടുമായിരുന്നു. ആ സാലറി വെച്ചുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എനിക്ക് ഫാമിലിക്ക് സഹായിക്കാൻ പറ്റി. എന്റെ പഠിത്തം നോക്കാൻ പറ്റി. ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഓരോ വർഷങ്ങൾ ഞാൻ പഠിത്തത്തിലും നല്ലപോലെ ചെയ്ത് വന്നു തുടങ്ങി. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ നല്ല ഗ്രോത്ത് കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം ടൂ വീലർ നിർത്തിയിട്ട് നമുക്കിപ്പോൾ ഫോർ വീലറിലോട്ട് കയറാം. അങ്ങനെ ഞാൻ ഫോർ വീലർ കമ്പനിയിലും പോയി ഇന്റർവ്യൂ കൊടുത്തു. ഇതെല്ലാം എനിക്ക് കൊണ്ട് തരുന്നത് എന്റെ കൂട്ടുകാരുമാരാ. അവരൊക്കെ ജോലി ചെയ്യുന്നിടത്താണ് എന്നെയും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫോർ വീലർ കമ്പനി ഞാൻ ജോലി തുടങ്ങി. ഗാർബെ ഹ്യുണ്ടായി വാക്കഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗാർബെ ഹ്യുണ്ടായി ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്തു. അവിടുന്ന് ഞാൻ നല്ലൊരു തുക എന്റെ ബാങ്കിലേക്ക് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും, നല്ലൊരു വണ്ടി വാങ്ങിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ജോലി ചെയ്ത് റോയൽ എൻഫീൽഡ് കമ്പനിയിൽ പോയിട്ട് എന്തോ ചെയ്തു, അവിടെ പോയിട്ട് ഞാൻ കുറെ പൈസ കൊടുത്തിട്ട് അവിടുന്ന് വണ്ടി എടുത്തു. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഇതെല്ലാം കാണുന്നത് എന്റെ പേരൻസും എന്റെ കസിൻസും എല്ലാവരും കാണുമ്പോൾ അവർ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തു. കാരണം ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. ഒരു ബുള്ളറ്റ് വണ്ടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. പക്ഷെ ഞാൻ എന്റെ ചെറുപ്രായത്തിൽ ഒരു 20-21 വയസ്സിൽ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും നമുക്ക് കാശ് ഇനിയും പോരാ. കാരണം ഓരോ ദിവസങ്ങളും നമുക്ക് കാശ് ഇനിയും പോരാ 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 എന്ന് വരത്തുള്ളൂ. എത്ര കാശ് നമ്മുടെ അക്കൗണ്ടിൽ വന്നാലും നമുക്ക് അത്ര എക്സ്പെൻസ് കൂടുക. അപ്പോൾ ഇപ്പം വണ്ടി വാങ്ങിച്ചു, അതിന്റെ EMI നടക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡേ ബൈ ഡേ ദൈവത്തിനോട് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ എനിക്ക് നല്ലൊരു ജോലി പിന്നെയും തരണം, കുറച്ചും കൂടെ സാലറി കിട്ടുന്ന ജോലി തരണം. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി. അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇപ്പൊ നിന്നെ ഒരു IT കമ്പനിയിലോട്ട് ആക്കാം. IT എന്ന് വെച്ചാൽ കോൾ സെന്റർ പോലെ ഒരു കമ്പനി ആയിരിക്കും, പക്ഷെ അവിടെ IT വർക്കും കാണും, കോളിംഗ് വർക്കും കാണും. അങ്ങനെ ഞാൻ ഒരു കമ്പനി പോയി ചേർന്നു. അവിടെ ആക്സസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനി, അവിടെ മെഡിക്കൽ ബില്ലിംഗ്സിന്റെ കമ്പനി. എനിക്ക് അതിനകത്ത് ഒരു നോളജും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞു നിന്റെ വൊക്കാബുലറീസ് ഒക്കെ നല്ലതാണ്, ഞങ്ങൾക്ക് നിന്റെ ഇംഗ്ലീഷ് ഒക്കെ ഇഷ്ടപ്പെട്ടു, ഒരു US കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഹയർ ചെയ്യാം, US കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് ആണ്, അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പൊ അവരെനിക്ക് അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ തന്നു. ട്രെയിനിങ് എല്ലാം തന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അവിടെ ഫസ്റ്റ് സാലറി കിട്ടുന്നത് 28,000 റുപ്പീസ് ആണ്. ഞാൻ അതിന് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗാർബെ ഹ്യുണ്ടായി ഫോർ വീലറിൽ എനിക്ക് 18 രൂപ കിട്ടുമായിരുന്നു. ഇവിടെ ഡയറക്റ്റ് എനിക്ക് 10 രൂപ ഹൈക്ക് കിട്ടി. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞ ദൈവമേ നല്ലൊരു ജോലി കിട്ടിയല്ലോ, ഇനി ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ അവിടെ ജോലി ചെയ്ത് ഞാൻ അവിടുന്ന് കുറെ പൈസ അധ്വാനിച്ചുണ്ടാക്കി. അങ്ങനെ എന്റെ വീട്ടിൽ ഞാൻ ഒത്തിരി സഹായമൊക്കെ ചെയ്തു. പിന്നെയും ഞാൻ അവിടുന്ന് ജോലി മാറി. പിന്നെ ഞാൻ വിചാരിച്ചു വേറൊരു കമ്പനിയിലോട്ട് പോവാം. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ നല്ലൊരു കമ്പനിയിലോട്ട് പോവാണല്ലോ, ദൈവം എനിക്ക് നല്ലൊരു ഓപ്ഷൻ തരുമല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ആശ്രയിച്ച് വേറൊരു കമ്പനിയിലോട്ടും പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തു. അവിടെ എനിക്ക് നേരെ അവർ പറഞ്ഞു 40,000 റുപ്പീസ് സാലറി തരാം. ഞാൻ പിന്നെയും വളരെ സന്തോഷിച്ചു. പക്ഷെ ഈ സ്ഥലങ്ങളിൽ എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും ഞാൻ ഒരു കാര്യം മറക്കുന്നുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവനാണ് ഞാൻ ദൈവവേല മറന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആ ബോധ്യം എന്റെ മനസ്സിൽ ചെറുതായിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഞാൻ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ പൈസയാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയറും ഓൾമോസ്റ്റ് കഴിയാറായി. ആ സമയത്താണ് ഞാൻ ഒരു ചായക്കടയിലോട്ട് പോയി. എന്ന് വെച്ചാൽ ഞാൻ കമ്പനി ജോലി ചെയ്യുന്നിടത്ത് തന്നെ താഴെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയുടെ അടുത്ത് പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് കോഫിയും ചായയൊക്കെ കുടിക്കുമായിരുന്നു. അന്നേരം അവിടെ ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും. ഡെയിലി ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു 2-3 മാസം ഡെയിലി സംസാരിക്കുന്നുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ കൂടെ ആയി. ഒരു ദിവസം ഞാൻ ചുമ്മാതെ പോയിട്ട് അവനോട് ചോദിച്ചു, നീ എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്ക് കൂടിപ്പോയാൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ ഞാൻ ഈ 12 മണിക്കൂർ 14 മണിക്കൂർ ഈ കമ്പനിയിൽ ഇരുന്നിട്ട് എനിക്ക് കിട്ടുന്ന ആകെപ്പാട് കിട്ടുന്ന ഒരു 40 രൂപ എന്തെങ്കിലും കിട്ടും. 40,000 റുപ്പീസ് എന്തെങ്കിലും ആണ് എന്റെ മാക്സിമം മണി, ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട്. ഇവനാണെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഇവൻ ഉണ്ടാക്കുന്നത് 3 ലക്ഷം രൂപ. അപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത, ഞാനും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ ഞാൻ അവിടുന്ന് പതുക്കെ വലിയാൻ തുടങ്ങി. ഞാൻ ആ കമ്പനിയിലോട് അവരോട് പറഞ്ഞു ഞാൻ ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്നില്ല, എന്തായാലും എനിക്ക് റെസിഗ്നേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറി. ആ കമ്പനിയിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എടുത്തു. കാരണം എൻ്റെ അടുത്ത് അത്യാവശ്യം ആ സമയത്ത് ഒരു എമൗണ്ട് എൻ്റെ ബാങ്കിൽ ഉണ്ട് ഇപ്പം, ചെറുതായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട്. അപ്പോൾ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ആരോടും ഇപ്പം എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആരോടും ഞാൻ പറയാറില്ല. ഞാൻ എന്തുവാ ചെയ്യാൻ പോകുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാനുള്ള ഒരു സന്തോഷം വേറെ അല്ലേ, അതുകൊണ്ട് ഞാൻ ആദ്യം പറയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്റെ വീട്ടിൽ ഞാൻ റെസിഗ്നേഷൻ ഒക്കെ എടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിൾ എന്ന് വെച്ചാൽ പുള്ളി ഒരു
ദേവദാസനാണ് പുള്ളി. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നോട് എപ്പോഴും ചോദിക്കും, ജെയ്സനെ എന്തോ ഇനി പ്ലാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ദേവദാസ, ഇപ്പം അങ്ങനെ ഒന്നും പ്ലാൻ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞു. പിന്നെയും പിന്നെയും എന്റെ അടുത്ത് ആ ഒരു പുള്ളി ചോദിക്കുക, എന്തുവാ പ്ലാൻ, സത്യം പറ, നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, നിനക്ക് നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, നീ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങളെ ഇങ്ങനെ ഒരു ബിസിനസ്, ചെറിയൊരു ചായക്കട ഇടാനാണ് പ്ലാൻ, ചായയും പ്ലസ് സ്നാക്സും കിട്ടുന്ന ഒരു കട അങ്ങനെ നോക്കുവാണ് ഞാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ നാളെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി. അങ്ങനെ ഞാൻ ഒരു ദിവസം നിന്ന് കഴിഞ്ഞിട്ട് പുള്ളിയെ പോയി കണ്ടു. അപ്പൊ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഈശനെ, നമുക്കൊരു 3 കട എടുക്കാം, ഒരുമിച്ച് 3 കട, അടുപ്പിച്ച് ഒരു 3 കട എടുക്കാം, എന്നിട്ട് നമുക്കൊരു ഹോട്ടൽ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുവാ പറയുന്നത്, പാർട്ട്ണർഷിപ്പാണോ ഉദ്ദേശിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അതെ അതെ, പാർട്ട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് പാർട്ട്ണർഷിപ്പിന് ഐഡിയ ഒന്നും ഇല്ല, എനിക്ക് വളരെ പേടിയാണ് ഇതിൽ, ഞാൻ സ്വന്തമായിട്ടൊന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അങ്ങനെ തുടങ്ങാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനെ നീ എന്നെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്റെ അങ്കിളല്ലേ, നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിൽ, എന്റെ കുറെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്റെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പേരൻസിനോട് പോയി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പേരൻസ് പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ലല്ലോ, നമ്മുടെ അങ്കിളല്ലേ, കുഴപ്പമില്ല, നീ തുടങ്ങിക്കോ, നിനക്കൊരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഞാൻ വളരെ ആഗ്രഹത്തോടെ ഈ ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാൻ, ചെറിയൊരു കാഫെ പോലും പറയത്തില്ല, ഒരു ഹോട്ടലാണ്, കാരണം അവിടെ ഫുഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ തുടങ്ങി. 1 മാസം ഞാൻ ആ ഹോട്ടലിൽ നിന്നതേ ഉള്ളൂ, കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി പാർട്ട്ണർഷിപ്പ് എനിക്ക് വേണ്ടി വർക്കൗട്ട് ആവത്തില്ല. കാരണം അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. എന്റെ പാർട്ട്ണറുമായിട്ടും, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ പാർട്ട്ണറുമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങളിൽ അകൽച്ച വന്നു. അങ്ങനെ കുറെ കാര്യങ്ങളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞു. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് വളരെ ഭാരപ്പെട്ടു. ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി, ആദ്യമായിട്ട് ഇത്ര നാൾ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലായിടത്തും ഞാൻ സക്സസ്ഫുൾ ആയിട്ട് വരുമായിരുന്നു, പക്ഷെ ഈ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിരുന്നു ഞാൻ എടുത്തത് ഒരു ബിസിനസ്സിന് വേണ്ടി. പക്ഷെ ആ ബിസിനസ് തന്നെ ആകെപ്പാട് പൊളിഞ്ഞല്ലോ, ഇനി ഞാൻ എന്തോ ചെയ്യും? അപ്പോൾ മമ്മി എന്നോട് വന്ന് പറഞ്ഞു, നിന്റെ മേൽ ഒരു ദൈവ വാഗ്ദത്വം ഉണ്ട്, നിനക്കറിയാം, നീ സുശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. അപ്പോൾ നീ ചെയ്യുന്നതെല്ലാം ശരിയാണ്, നിന്റെ ജീവിതത്തിൽ എല്ലാം നീ ചെയ്യുന്നുണ്ട്, 100% നീ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും അതിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം നീ ഓർക്കുന്നില്ല, ദൈവവേലയ്ക്ക് വേണ്ടി നീ സമർപ്പിച്ചവനാണ്, നീ ദൈവവേലയ്ക്ക് വേണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ, നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഞാൻ എന്തായാലും നോക്കട്ടെ, പിന്നെയും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ചെറുതായിട്ടൊന്ന് മമ്മിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി, നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി എന്നോട് പറഞ്ഞു, നമ്മുടെ ഏരിയയിൽ ഇവിടെ മീൻ വാങ്ങിക്കാൻ പോകുന്ന ഒത്തിരി ദൂരത്തെ ആൾക്കാർ ഒത്തിരി ദൂരത്ത് പോയിട്ടാണ് മീനൊക്കെ വാങ്ങിക്കുന്നത്, നമുക്കൊരു മീൻ കട തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മീൻ കടയൊക്കെ നമുക്ക് പറ്റുമോ? അപ്പൊ ഡാഡി പറഞ്ഞു, ഇതിനെന്താ, നമുക്ക് എല്ലാം പറ്റും, അധ്വാനിക്കുന്നതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല, നമുക്കൊരു നാണമില്ല, നമുക്ക് അധ്വാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമുക്ക് ഞങ്ങളുടെ ഒരു നല്ലൊരു ഡീലർ എനിക്ക് കിട്ടി, ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മീൻ തരും, അത് ഞങ്ങൾ പോയിട്ട് വേറെ അടുത്ത് ഞങ്ങൾ വിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കട, ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു കട എടുത്തു, അവിടെ ഞങ്ങൾക്ക് മീൻ വിൽപ്പന തുടങ്ങി. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ആലോചിച്ചു, ഒരു 3 കടയും കൂടെ സൈഡിലുണ്ട്, അപ്പൊ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് റെന്റ് കൊടുത്താൽ മതി. അങ്ങനെയുള്ള കടകൾ കിട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ 3 കടകൾ എടുക്കാം. ഒരു കടയിൽ ഞങ്ങൾ എന്തോ ചെയ്യും, ഫിഷ് നടത്തും, പിന്നെ അത് മറ്റേ കടയിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും കേരള ഐറ്റംസും നടത്താം, പിന്നെ മൂന്നാമത്തെ കടയിൽ കുറച്ച് ഗോഡൌൺ പോലെ നമുക്ക് ആക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 കടകൾ എടുത്തു. ഈ കടകളെല്ലാം ഞാൻ ഒരു 2 മാസം ഞങ്ങൾ നല്ലപോലെ അധ്വാനിച്ച് ഞങ്ങൾ അതിനകത്ത് നല്ലപോലെ ഒരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ഈ നേരത്തെ ഞാൻ ഈ ഹോട്ടലിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഓണർ, ഞങ്ങൾ റെന്റിനല്ലേ എടുത്തേ, അപ്പോൾ അവിടുത്തെ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജെയ്സനെ, നിന്റെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ ഞങ്ങൾക്ക് അത്രയും ശരിയാവുന്നില്ല, അവർ ഈ ഹോട്ടലിന്റെ അത്രയും നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത, ഞങ്ങളുടെ കടയ്ക്ക് അത്രയും ടേക്ക് കെയർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നുണ്ട്, പുള്ളിക്കാരന്റെ സ്വഭാവം കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുവാ ചെയ്യുന്നേ? അപ്പോൾ എന്നോട് പറഞ്ഞു, റെന്റ് അഗ്രിമെന്റിനകത്ത് പേര് നിന്റെ ആണ് ആദ്യം കിടക്കുന്നത്, അപ്പോൾ കൂടുതലും ബെനിഫിറ്റ്സ് നിന്റെ അടുത്താണ്, നിനക്കാണ് ഇതിനകത്ത് കൂടുതലും അധികാരമുള്ളത്, അപ്പൊ നിനക്ക് എന്തോ വേണമെങ്കിലും വന്ന് ചെയ്യാം, നീ വേണമെങ്കിൽ ഈ കട വന്നിട്ട് പിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ആലോചിച്ചു, ഞാൻ എന്റെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞു, ഡാഡി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഡാഡി പറഞ്ഞു, എന്തായാലും ഇത് ചിലപ്പം ദൈവം നിനക്ക് വേണ്ടി തന്നെ പിന്നെ ഒരുക്കി തന്ന ഒരു അവസരമായിരിക്കും, കാരണം നിന്റെ കയ്യിൽ നിന്നും നീ ഇൻവെസ്റ്റ് ചെയ്ത കുറെ കാശുണ്ടല്ലോ ഇതിനകത്ത്, അത് നിനക്ക് നഷ്ടമായി തീരാതാകാൻ ആകുമല്ലോ, അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു പോയിട്ട് ഈ റെസ്റ്റോറന്റ് പിന്നെയും എടുക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പോയി എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര വേണം ഇതിനകത്ത് പറഞ്ഞാൽ മതി, അത്ര പെർസെന്റേജ് ഞാൻ നിങ്ങൾക്ക് ഒരു 2 വർഷത്തിനകം തിരിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് മാറിക്കോ, ഞാൻ ഈ ഹോട്ടൽ മൊത്തം പുതുക്കി എൻ്റെ പേരിലാക്കിയിട്ട് ഞാൻ തന്നെ ഈ ഹോട്ടൽ നടത്താമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ ഡീൽ ചെയ്തിട്ട് ഞാൻ ആ ഹോട്ടൽ നടത്താൻ തുടങ്ങി. ഞാൻ ഹോട്ടൽ നടത്തിയിട്ട് 2 മാസം 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്കരനായ കോവിഡ് കയറി വന്നു. അപ്പോൾ ഈ കോവിഡ് വന്ന ശേഷം ഞാൻ ആകെപ്പാട് തകർന്നു പോയി. കാരണം ലോക്ക്ഡൌൺ വരുന്നു, കർഫ്യൂ വരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളിലും ഓരോരോ റൂൾസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ 2 3 മാസം നല്ലപോലെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോട്ടൽ തുടങ്ങുന്നത്. അതിനകത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും നമ്മളെടുത്ത സ്റ്റെപ്പല്ലേ, നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു നഷ്ടം എന്റെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ ആലോചിച്ചില്ല. കോവിഡ് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഷോർട്ടിൽ പറയാം, ഞാൻ ഒരു 8 മാസം ഞാൻ അവിടെ ഹോൾഡ് ചെയ്തു. 8 9 മാസം ഞാൻ അവിടെ ഹോൾഡ് ചെയ്തു. എങ്ങനെയായാലും ബിസിനസ് നടക്കുന്നില്ല. കാരണം എന്റെ ഹോട്ടൽ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലും ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും അതിന്റെ ഇടയ്ക്ക് മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് ഞാൻ എന്റെ ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ എന്റെ മിക്കവാറും കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഈ നഴ്സുമാരും ഡോക്ടേഴ്സുമാരും സ്റ്റുഡൻസും അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ്. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം ഇവരെല്ലാരെയും പറഞ്ഞു വിട്ടു നാട്ടിലേക്ക്. അവരവരവർക്ക് നാട്ടിലേക്ക് പോയി. പേഷ്യന്റിനെ കാണാൻ വരുന്നവരാരും അകത്തോട്ട് പോകുന്നില്ല, വെളിയിലോട്ടും വരുന്നില്ല, ഫുഡൊക്കെ ആരും കഴിക്കുന്നില്ല വെളിയിൽ. അപ്പോൾ എന്റെ ഹോട്ടലാണെങ്കിൽ ദിവസം നല്ല നഷ്ടത്തിലാണ് പോകുന്നത്. നേരത്തേക്ക് 120 പ്ലേറ്റ് പോകുന്നിടത്ത് ഇപ്പം 12 13 പ്ലേറ്റ് ഒക്കെ പോകുന്നുള്ളൂ. ഭയങ്കര നഷ്ടം വെച്ചാൽ ഭയങ്കര നഷ്ടം. എനിക്ക് എവറി മന്ത് 1 lakh റുപ്പീസ് എങ്കിലും എക്സ്പെൻസ് ഉണ്ട്. സാലറി എല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്ക് 1 lakh റുപ്പീസ് എങ്കിലും എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പം 9 മാസം കഴിഞ്ഞിട്ട് ഞാൻ കളക്ഷൻ എല്ലാം എന്റെ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് നോക്കിയപ്പം ഞാൻ 13 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. കാരണം ഞാൻ ബാങ്കിന് ലോൺ എടുത്തു, കുറെ എടുത്ത് ഞാൻ ഇൻട്രസ്റ്റിന് പൈസ എടുത്തു, ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പൈസ മറിച്ചു, നാളെ തരാം ഇന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അടുത്ത് പൈസ എടുത്തു. പക്ഷെ ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും നഷ്ടത്തിൽ ഞാൻ പോകുന്നു. പിന്നെ ആകെപ്പാടെ സഹി കെട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഈ ബിസിനസ് നിർത്തേണ്ടി വരും. കാരണം ഇത്ര ഞാൻ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തത്, പക്ഷെ കോവിഡ് എന്തായാലും ഈ വർഷം ഒന്നും തീരാൻ പോകുന്നില്ല. ഞാൻ ഒത്തിരി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സ്റ്റാഫ്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും എന്നോട് കോർപ്പറേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ പൈസ എല്ലാം നിങ്ങൾക്ക് തക്ക സമയത്ത് ആകുമ്പോഴത്തേക്ക് തിരിച്ചു തന്നേക്കാം. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് കോർപ്പറേറ്റ് ചെയ്താലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഞങ്ങളുടെ പൈസ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തരാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നേക്ക്, നമുക്ക് ഈ ഹോട്ടൽ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോട്ടൽ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ സങ്കടത്തോടെ ഭയങ്കര കരച്ചിലോടെ ഞാൻ ആ ബെഡിൽ കിടന്ന് കരയുക. അപ്പോൾ എൻ്റെ മമ്മ എൻ്റെ അടുത്ത് വന്നു. പിന്നെയും പറഞ്ഞു, മോനെ ഇനിയെങ്കിലും നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങാൻ നോക്ക്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇത്രയും കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുന്നു, 13 ലക്ഷം രൂപ എന്റെ മണ്ടയ്ക്ക് കടവാ കിടക്കുന്നത്, ഞാൻ എവിടുന്ന് എങ്ങനെ പോകും? നാളെ ഒരു ബൈബിൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ മിനിമം ഒരു 2.5 3 ലക്ഷം രൂപയെങ്കിലും വേണം. ഒരു 4 വർഷത്തെ പഠിത്തം അല്ലെങ്കിൽ 3 വർഷത്തെ പഠിത്തം പഠിക്കണമെങ്കിൽ അത്രയും പൈസയെങ്കിലും വേണം. ഈ 13 ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ എങ്ങനെ, എന്റെ കടം വെച്ചിട്ട് ഞാൻ എങ്ങനെ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കും? എവിടുന്ന് പൈസ കൊണ്ടുവരും? ഡെയിലി വീട്ടിൽ വന്നിട്ട് ബാങ്കുകാർ തെറി വിളിയാണ്. കാരണം അവരുടെ പൈസ ഞാൻ എടുക്കുന്നുണ്ട്, അവർക്ക് തിരിച്ച് ഞാൻ പൈസ കൊടുക്കുന്നില്ല. അവരൊക്കെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. അപ്പോഴൊക്കെ വീട്ടുകാരെല്ലാവരും ടെൻഷൻ അടിക്കും. കാരണം ഇത്രയും പൈസയൊക്കെ എവിടുന്ന് കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ഓർത്തിട്ട്. അന്നേരം ഞങ്ങളുടെ ഈ മീൻ ബിസിനസ് പപ്പ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം ചെലവ് കിട്ടുന്നുള്ളൂ. കാരണം ഞാൻ അവിടെ ആക്റ്റീവ് അല്ല. അപ്പം ഒത്തിരി ആക്റ്റീവ്നെസ് ആ ബിസിനസ്സിൽ ഇല്ല. ഇപ്പൊ ചെറുതായിട്ടൊക്കെ പോകുന്നുള്ളൂ. അങ്ങനെ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ കരുതുന്ന രീതിയിൽ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്തായാലും ഈ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ എന്തെങ്കിലും വേറൊരു ജോലി നോക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ബിസിനസ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളാണ്, ഞാൻ ഒത്തിരി കടത്തിലാണ്, ഇപ്പം എനിക്ക് ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ കൊടുക്ക്, ഞാൻ അവിടെ പോയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി. അപ്പൊ നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു കമ്പനിയിൽ പോയിട്ട് പിന്നെയും ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എവിടേക്കോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അവിടെ എല്ലാം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാസ് ആയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ നന്ദി, എല്ലാത്തിനും നന്ദി എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പൊ ഈ കമ്പനിയിൽ പോയിട്ട് ഞാൻ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു, എല്ലാം നല്ലപോലെ നടന്നു. അവർ പറഞ്ഞു, യു ആർ സെലക്ടഡ്, നമുക്ക് നല്ലൊരു പാക്കേജ്, എന്നോട് പറഞ്ഞു, ഒരു 45 to 50,000 റുപ്പീസിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റും, സമ്മതമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ് യെസ് ഓഫ് കോഴ്സ്, എനിക്ക് പറ്റും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതും ഒരു US ബേസ്ഡ് കമ്പനി ആയിരുന്നു. അതും ഒരു മെഡിക്കൽ ബില്ലിംഗ് സെക്ടർ ആയിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ജോലി തുടങ്ങി.
പക്ഷെ അവരെന്നോട് ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്നെ പിന്നെയും വിളിച്ചു, HR വിളിച്ചിട്ട് പറഞ്ഞു, ജെയ്സനെ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തുവാ? അവരോട് പറഞ്ഞു, നിന്റെ CV-ക്കകത്ത്, നിന്റെ ഈ റെസ്യൂമേക്കകത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് നീ കാണിച്ചേക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരു മിനിമം ഒരു 2 വർഷമെങ്കിലും കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ചെയ്യും? അവർ പറഞ്ഞു, അത് നീ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ നിന്നോട് ഇൻഫോം ചെയ്തെന്നേ ഉള്ളൂ. ഞങ്ങൾ നിന്റെ PDF അല്ലേ, ആ PDF ഫയലിനകത്ത് ഞങ്ങൾ എഡിറ്റിംഗ് ചെയ്തിട്ട് ചെയ്തേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു ഫ്രോഡാണ് നമ്മൾ കാണിക്കുന്നത്, അങ്ങനെ എങ്ങനെ പറ്റും? അവർ പറഞ്ഞു, അത് ഞങ്ങളുടെ കൺസേൺ, നിന്റെ കൺസേൺ അല്ല, നീ കുഴപ്പമില്ലാതെ നീ ജോലിക്ക് കയറിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തൊന്നും പറയുമല്ല, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്, നിങ്ങൾ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ, നീ കയറിക്കും. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പതിവില്ലാതെ ഒരു ദിവസം HR-ന്റെ ഫോൺ വരുന്നു. എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓഫീസിൽ വരണം, അത് അർജന്റ് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറുതായിട്ട് ഒരു ഡൗട്ട് വന്നു, എന്തോ എവിടോ പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഈ 2-3 മാസം എടുക്കും ഒരു കമ്പനിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ അത്ര മാസം എടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് തന്നെ ആയിരിക്കും. ഞാൻ ക്യാബിനിൽ പോയിട്ട് HR-ട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ജെയ്സൺ, നീ ഒരു 4G കമ്പനിയോട് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അവർ പറഞ്ഞു, നിന്റെ നേരത്തെ പ്രീവിയസ് കമ്പനിയിൽ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ നീ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 1 വർഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ ഡോക്യുമെന്റിനകത്ത് നീ 2 വർഷം കാണിച്ചിരിക്കുന്നു. നിന്നെ ഞങ്ങൾ ഈ സമയത്ത് തന്നെ ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പൊ ആകപ്പാട് ഞാൻ തളർന്നു പോയി. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം. കാരണം ഞാൻ ഇന്റർവ്യൂ കൊടുത്ത് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഞാൻ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാത്രമേ തീർന്നിട്ടുള്ളൂ. അവർക്ക് നല്ല ഒരു എന്താ പറയുക നന്മ മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. എവിടെ ഞാൻ ഒരു നഷ്ടമാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ വരും ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പറഞ്ഞു, നിന്നെ ടെർമിനേറ്റ് ആക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും എന്റെ സൈഡിലാണ് കുറ്റം, ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ എന്നെ ടെർമിനേറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ടെർമിനേറ്റ് ആക്കി. അവിടെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെയും ഞാൻ വളരെ തകർന്നു പോയി. കാരണം ഇത് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തകർച്ചയാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്റെ ഹോട്ടലിന്റെ തകർച്ച, ഇത് രണ്ടാമത് എനിക്ക് വേണ്ടി ഒരു വലിയൊരു അപകടം എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതാണ്. പിന്നെയും ഞാൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയി, അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എനിക്ക് വേറൊരു കമ്പനി ജോലി കിട്ടുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, നീ ആ റെസ്യൂമെ വെച്ച് തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ വേറൊരു കമ്പനിക്കും നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഞാൻ ടെക് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് ചേരുന്നത്. ടെക് മഹീന്ദ്ര കമ്പനിയിൽ പോയി ജോലി ഞാൻ ചേർന്നു. അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഡേ ബൈ ഡേ അവർ പറഞ്ഞു, സാലറി, നല്ലൊരു സാലറി തരാം, 45,000 തന്നെ എനിക്ക് തരാം, നേരത്തെ കമ്പനി കിട്ടി തന്നെ അത്രയും തരാം, കാരണം 1 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഓക്കെ, അത്രയും തന്നാലും കുഴപ്പമില്ല. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെ 6 മാസം ജോലി ചെയ്തു. 6-ാം മാസം എനിക്ക് ശരീരത്തിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങി. എനിക്ക് വളരെ തലവേദന ആവാൻ തുടങ്ങി. പിന്നെ ഡിസിനെസ്, വീക്ക്നെസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ചെക്കപ്പ് എല്ലാം ചെയ്തു. അന്നേരം അവർ എന്നോട് പറഞ്ഞു, നിന്റെ കിഡ്നിക്ക് ബാധിക്കുന്ന രീതിയിൽ നീ വെള്ളം കുടിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആവുന്ന ഒരു തുടക്കമാണ്. നീ ഇനിയും ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ചിലപ്പം നിനക്ക് കുറച്ച് സിവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വേണ്ട, ഞാൻ ഡേ ടൈം എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നോക്കാം, അതുകൊണ്ട് ഈ ജോലി ഞാൻ ഇവിടുന്ന് മാറുവാന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ മിനിസ്ട്രി ചെറുതായിട്ടൊന്ന് കയറി വരുന്നുണ്ട്, മമ്മി പറയുന്ന കാര്യങ്ങളും ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ തീരുമാനിച്ചു, എന്തായാലും ദൈവമേ, ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇനി വർക്ക് ചെയ്യത്തില്ല. കാരണം ഇത് 3-ാമത്തെ പരാജയം എന്റെ ജീവിതത്തിൽ നടക്കുന്നത്, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട്. ഇപ്പം ഇത് കമ്പനിയും എന്നോട് പറഞ്ഞു നല്ല ജോലിയാണ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഇപ്പം എന്റെ ബോഡി തന്നെ എനിക്ക് എന്താ പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് തീരുവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തായാലും ഇനിയും ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നില്ല, ഇനിയും എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല, ഞാൻ സുശേഷ വേലയ്ക്ക് വേണ്ടി പോകുകയാണെന്നുള്ള സമർപ്പണം ഞാൻ ആ കമ്പനിയിൽ ഇരുന്ന് തന്നെ എടുത്തു. ഞാൻ വീട്ടിൽ വന്നു. മെയ് 8-ാം തീയതി 2023 മെയ് 8-ാം തീയതി വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് തിരിച്ചു വന്നേക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഞാൻ സുവിശേഷ വേലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്, എനിക്ക് എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല, ഞാൻ നോക്കാം, ദൈവം എന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ വന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ കരഞ്ഞാണ് മമ്മിയുടെ അടുത്ത് ഇതൊക്കെ പറയുന്നത്. മമ്മി പറഞ്ഞു, കുഴപ്പമില്ല, ഇതുവരെ ദൈവം സഹായിച്ചല്ലോ, ഇനിയും ദൈവം നിന്നെ സഹായിക്കും, നീ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് വളരെ ഒരു അനുഗ്രഹമായി തീരുമെന്ന് എന്നോട് മമ്മി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. മെയ് 8-ാം തീയതി ഞാൻ ജോലി രാജിവെച്ചു. മെയ് 9-ാം തീയതി ഞാൻ പാസ്റ്റർ ബിനു പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്, ഞങ്ങളെ എക്സൽ മീഡിയ
കുമ്പനാട്ടിൽ ജോലി ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഒരു ഫൗണ്ടറാണ്. അപ്പോൾ ആ പാസ്റ്ററിന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്. കാരണം ആ സമയങ്ങളിലെല്ലാം ഞാൻ ചർച്ചിൽ ഭയങ്കര ആക്റ്റീവാണ്. VBS ഒക്കെ നടത്തും, യൂത്ത് മീറ്റിംഗ് ഒക്കെ നടത്തും, ചർച്ചിൽ മിനിസ്ട്രിയിൽ വെച്ചാൽ വർഷിപ്പ് ഒക്കെ ലീഡ് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എന്താ പറയുക ടോപ്പ് ലെവൽ ആയിരുന്നു നിൽക്കുന്നത്. എല്ലായിടത്തും ഞാൻ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, ബിനു പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വളരെ ഒരു തകർച്ചയിൽ നിന്ന് പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു സങ്കടമൊക്കെ ഞാൻ നേരിടുവാണ്. അപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഈ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഡെയിലി ഇതിനകത്ത് നിന്ന് പിന്മാറി പിന്മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. കാരണം എനിക്ക് ഫാമിലി ആദ്യം സെറ്റിൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഞാൻ മിനിസ്ട്രിയിലോട്ട് ഇറങ്ങത്തുള്ളൂ എന്നുള്ള ഒരു മനസ്സിൽ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ബിനു പാസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഫീസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ, നീ ബാ കയറി വരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ജൂൺ 6-ാം തീയതി തന്നെ തിരിച്ച് ഇവിടെ എത്തണം. ജൂൺ 15-ാം തീയതി ക്ലാസ് തുടങ്ങും, പക്ഷെ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ഇവിടെ എത്തിയാൽ നിനക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കുമ്മനാട്ടിലുള്ള ടിക്കറ്റ് എടുക്കുവാൻ, നാട്ടിലോട്ട് ടിക്കറ്റ് എടുക്കുവാന്നൊക്കെ പറഞ്ഞു. 10-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തു, നാട്ടിലോട്ടൊക്കെ പോകാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാം സെറ്റപ്പ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ ബാഗൊക്കെ ഞാൻ ക്ലീൻ ആക്കി തിരിച്ച് അതിനകത്തുള്ള ഉടുപ്പൊക്കെ ഇട്ടു. അത്യാവശ്യം വീട്ടിലെ ഉടുപ്പൊക്കെ അതിനകത്ത് നിറച്ചു. പിന്നെ ബാക്കിയുള്ള ഉടുപ്പുകളെല്ലാം ഞാൻ തേക്കാൻ കൊടുത്തു, ലോണ്ടറി കൊണ്ട് തേക്കാൻ കൊടുത്തു, പാന്റും ഷർട്ടെല്ലാം തേക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ ഈ തുണികളൊന്നും തൊടത്തില്ല, പഴയ തുണിയൊക്കെ ഇടും, പക്ഷേ ഈ തുണികളൊന്നും തൊടത്തില്ല, ഈ തുണികളൊക്കെ ഞാൻ അവിടെ കോളേജിൽ പോയിട്ട് ഇടാനുള്ള തുണിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ ജീവിതത്തിൽ. മെയ് 10-ാം തീയതിയാണ് ഈ തുണിയൊക്കെ തേക്കാൻ കൊടുത്തത്. മെയ് 11-ാം തീയതി 2023 മെയ് 11-ാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം. ഞങ്ങളുടെ വീടിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ദൂരം യാത്ര ഉണ്ട്, മഹാബലേശ്വരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടോട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ പോവാ കല്യാണത്തിന്, രാവിലെ പോവും, രാത്രി ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ കൂടെ അവിടെ കല്യാണത്തിന് പോയി അറ്റൻഡ് ചെയ്തു. ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു കോൾ വരുന്നു, എൻ്റെ ഒരു പഴയ ഒരു ക്ലയന്റ്. അപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞാൻ ഈ ബുള്ളറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ബുള്ളറ്റ് വാങ്ങിച്ചതിന്റെ കൂടെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ക്യാമറയും കൂടെ വാങ്ങിച്ചായിരുന്നു. ക്യാമറ എന്ന് വെച്ചാൽ എനിക്ക് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഫോണിൽ തന്നെ നല്ല നല്ല ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഞാനൊരു സ്വന്തമായിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചു. എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ വാങ്ങിക്കും. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കും, ചർച്ചിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കും, കൺവെൻഷനോ ഫ്യൂണറലോ വെഡിങ്ങോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ പോയി ചെയ്യും. ഒരു ടീമിന്റെ കൂടെ ആയിരിക്കും ഞാൻ പോയി ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചിലപ്പോഴൊക്കെ ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ സ്വന്തമായിട്ട് പോയി എടുക്കും. അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫിയിലും കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമയത്തെല്ലാം ഞാൻ എൻ്റെ ബുള്ളറ്റ് എനിക്ക് വിൽക്കേണ്ടി വന്നു, എൻ്റെ ക്യാമറയും കൂടെ എനിക്ക് വിൽക്കേണ്ടി വന്നു. കാരണം ബാക്കി ആൾക്കാരുടെ പൈസ 13 ലക്ഷം രൂപ എൻ്റെ കടം കിടക്കുക. എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ എൻ്റെ അടുത്ത് ഈ 2 സാധനങ്ങളും ഉണ്ട്. എൻ്റെ സ്വന്തം എൻ്റെ പേരിലുള്ള സാധനം എന്ന് വെച്ചാൽ ഈ ബുള്ളറ്റും ഈ ക്യാമറ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് വിൽക്കേണ്ടി വന്നു. എന്നിട്ട് അതിന്റെ പൈസ എല്ലാം ഞാൻ ആൾക്കാർക്ക് കൊടുത്തു തീർത്തു. അപ്പോൾ ഈ കല്യാണത്തിന് നിൽക്കുമ്പോൾ ഈ ഒരു പഴയ ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജെയ്സനെ ഒരു നല്ലൊരു പ്രൊജക്ടിന്റെ ജോലി ഞാൻ തരാം, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റിന്റെ പ്രോഗ്രാമാണ്, അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രൊജക്ട് നീ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ചെയ്തു തരാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 15-20 ദിവസത്തിന്റെ വർക്കാണ്, അതിനകത്ത് വന്നിട്ട് നീ വർക്ക് ചെയ്യണം, ഒരു 2-2.5 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എന്തായാലും എൻ്റെ അടുത്ത് ജൂൺ 6-ാം തീയതി വരെ ഉള്ള സമയമുണ്ട്, അതിന് മുമ്പേ വരെ എനിക്ക് സമയമുണ്ട്, അതിനകത്ത് തന്നെ ഈ വർക്ക് തീർത്താൽ എനിക്ക് കുറച്ചും കൂടെ പൈസ കിട്ടും, അത്യാവശ്യം എനിക്ക് കോളേജിൽ പോയിട്ട് അവിടെ കൊടുക്കാനുള്ള ഫീസും കൂടെ ആവും, പിന്നെ അർജന്റായിട്ട് കൊടുക്കാനുള്ള പൈസ ബാക്കി തീർക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ആ രീതിയിൽ ഞാൻ നിന്നു. ആ രീതിയിൽ നിന്നിട്ട് ഞാൻ ഈ പ്രൊജക്ടിന് വേണ്ടി പോകാനുള്ള എല്ലാ തയ്യാറെടുത്തു. എൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് ഞാൻ പറഞ്ഞു നാളെ 12-ാം തീയതി മെയ് 12 നമുക്ക് രാവിലെ തന്നെ ഒരു ക്ലയന്റിനെ കാണാൻ പോകണം, അവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഡീൽ ഫൈനൽ ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഈ വർക്ക് തുടങ്ങണം, ഈ വർക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കുകയും ചെയ്യണം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ രാവിലെ തന്നെ നിന്റെ വീട്ടിൽ വരാം. അപ്പോൾ മെയ് 11-ാം തീയതി ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 2:30-3 മണിയായി. 2:30-3 മണിയായി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ പിന്നെ 8:30 മണിക്ക് ഞാൻ എണീറ്റു. 9 മണിക്ക് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു അരമണിക്കൂറിനകത്ത് ഞാൻ ഫ്രഷ് ആയിട്ട് താഴെ വന്നു. ഞങ്ങളുടെ വീട് 5-ാം നിലയില്ല. അവിടുന്ന് താഴെ വന്നിട്ട് ഞാൻ വണ്ടി എടുത്തു. എൻ്റെ അടുത്ത് പൾസർ 180 ബൈക്കായിരുന്നു. അപ്പോൾ ആ ബൈക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ബാ നമുക്ക് പോകാം. സാധാരണ രീതിയിൽ ഞാൻ എൻ്റെ ബൈക്ക് വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല, കാരണം എനിക്ക് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം, എനിക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്ന വണ്ടിയല്ലേ. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ തന്നെ ഓടിക്കണമെന്നുള്ള എനിക്ക് ഒരു വാശിയുണ്ട്. പക്ഷെ അന്ന് എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല, എൻ്റെ വണ്ടി ഞാൻ തന്നെ ഓടിക്കാൻ എടുത്തു.
എടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു ബാ കയറെന്ന് പറഞ്ഞപ്പം അവനെന്റെ പുറകെ കയറി. പക്ഷെ എന്റെ കണ്ണിൽ ആദ്യം നോക്കിയാ കയറിന് മുമ്പ് എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു നിന്ത് പറ്റി, നീ ഉറങ്ങിയില്ലേ, എന്റെ കണ്ണൊക്കെ ഭയങ്കര ചുമന്നൊക്കെ കിടക്കുന്നു, എന്ത് പറ്റി, ഉറക്കം വരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഉറക്കം ശരിയായിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ പുറകിലോട്ട് വാ, ഞാൻ ഫ്രണ്ടിൽ കയറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറ്റി, ഇല്ല ഞാൻ ഓടിക്കാം കുഴപ്പമില്ലല്ലോ, നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയില്ല, ഞാൻ അന്നത്തെ ദിവസം അവനോട് പറഞ്ഞു ഓക്കെ നീ വണ്ടി ഓടിച്ചോ, ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അടുത്ത് ഞാൻ വണ്ടി കൊടുത്തു. ഞങ്ങൾ ഒരു കടയിൽ കയറി. അവിടുന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലോട്ട് ഹൈവേ കയറി. ഹൈവേ കയറി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഞങ്ങൾക്ക് പോകണം ഈ ക്ലൈന്റിനെ കാണാനാണെങ്കിൽ. 30 കിലോമീറ്ററോളം ഞങ്ങൾ ക്രോസ് ചെയ്തു. എംപ്രസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ എത്തിയപ്പം ഞാൻ അവിടെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അപകടം, പിന്നെയും എന്റെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയൊരു അപകടം സംഭവിക്കുന്നു. ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്നതാണ് കുറച്ച് സെൻസിറ്റീവ് കാര്യങ്ങളാണ്, ഒത്തിരി സെൻസിറ്റീവ് ആണ്. ഞാൻ എവിടെ പോയി സാക്ഷ്യം പറഞ്ഞാലും ഇത് ഒത്തിരി സെൻസിറ്റീവ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇത് കേൾക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു ആദ്യം തന്നെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ആക്സിഡന്റിനെ പറ്റിയാണ്. എന്റെ ചൈൽഡ്ഹുഡ്, എന്റെ ലൈഫ് ഞാൻ എങ്ങനെയാണ് ഇതുവരെ കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ ലൈഫ്, എന്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ലൈഫും ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ആക്സിഡന്റ് നടക്കുന്നത് എംപ്രസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഞങ്ങളൊരു ജംഗ്ഷൻ നിൽക്കുക, ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വഴിയുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വഴിയുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഓപ്പൺ ആയി കിടക്കുവാണ്. ഞങ്ങൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടി. ഞങ്ങൾ ഗ്രീൻ സിഗ്നൽ എടുത്തു കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരൻ വണ്ടി നല്ലപോലെ ഒന്ന് റേസ് ചെയ്തിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തു. ഞങ്ങൾ റേസ് എന്ന് വെച്ചാൽ ഒരു 20 കിലോമീറ്റർ പോലും വണ്ടി ഓടുന്നില്ല, എന്ന് വെച്ചാൽ 20 km/h പോലും വണ്ടി ഓടുന്നില്ല. അത്രയ്ക്കും ചെറിയ സ്പീഡില്ല, കാരണം ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ടതേ ഉള്ളൂ. സെക്കൻഡ് ഗിയർ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ 2 പിള്ളേരെ റൈറ്റ് സൈഡിന് ഞങ്ങളുടെ ഡിറക്ഷനിൽ തന്നെ വരുന്നത് ഞാൻ കണ്ടു. കാരണം ഞങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ, ഞങ്ങൾ എന്തായാലും ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ തോളിൽ ഇങ്ങനെ ഒന്ന് തട്ടി, ഞാൻ പറഞ്ഞു വണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുകയും ഈ 2 പേരും വന്ന് ഞങ്ങളെ ഒന്ന് ഇടിച്ചിട്ട് ഞങ്ങളുടെ സിഗ്നൽ എന്നാലും ഓണാ, ഇവരുടെ സിഗ്നൽ ആണെങ്കിൽ റെഡ് സിഗ്നൽ. ഈ 2 പേര് വന്ന് ഇടിച്ചത് റെഡ് സിഗ്നൽ ആയിട്ടാണ് ഞങ്ങളെ കയറി വന്ന് ഇടിച്ചത്. അപ്പോൾ ഈ ഇടി നടന്നു കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതാണ് ഒത്തിരി ഭീകരമായിട്ടുള്ള സംഭവം സംഭവിച്ചത്. എന്റെ കാലിന്റെ ഇടയ്ക്കാണ് ഈ വണ്ടിയുടെ സീറ്റ് ഇരിക്കുന്നത്. ഞാൻ അതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചു വെച്ചേക്കുക. എന്റെ കൂട്ടുകാരാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ വണ്ടി വിട്ടിട്ട് റൈറ്റ് സൈഡിൽ ഡിവൈഡർ മണ്ടയ്ക്ക് വീണ്. അവന് ഒന്നും പറ്റില്ല, ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ചെറുതായിട്ട് ഒരു അടി കിട്ടി തോളത്ത്, പക്ഷെ വേറെ ഒന്നും അവന് പറ്റത്തില്ല. ഞാനാണെങ്കിൽ ബൈക്ക് വിട്ടിട്ടില്ല, ബൈക്ക് എന്റെ കാലിൽ വീണു. ബൈക്കിൽ എന്റെ കാൽ വീണ് കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വണ്ടി വീണ് കഴിഞ്ഞിട്ട് ഒരു കറക്കം ഇങ്ങനെ കറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കറങ്ങിയത് എന്റെ കാലിന്റെ മണ്ടയ്ക്ക് എങ്ങനെ കറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുട് റെസ്റ്റ് ഉണ്ട്, നമ്മൾ കാൽ വെക്കുന്ന ഒരു ഫുട് റെസ്റ്റ് ഉണ്ടല്ലോ 2 സൈഡിലും. അപ്പോൾ ഈ കാൽ വെക്കുന്ന ഫുട് റെസ്റ്റ് എന്റെ തൈസിനകത്ത്, എന്റെ ഈ തുടയ്ക്കകത്തോട്ട് ഡയറക്റ്റ് അകത്തോട്ട് തുളച്ച് കയറി കഴിഞ്ഞിട്ട് എന്റെ തൈസിന്റെ അവിടുന്ന് എന്റെ മുട്ടിന്റെ അവിടുന്ന് എന്റെ വയറിന്റെ മണ്ടയ്ക്ക് വണ്ടി ഇങ്ങനെ കറങ്ങിയപ്പം ഞാൻ ആദ്യം കാണുന്ന ദൃശ്യം എന്ന് വെച്ചാൽ എന്റെ ചെറിയ കുടല്, എന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റോഡിൽ കിടക്കുക, എന്റെ വയറങ്ങ് ഓപ്പണായി. എന്നിട്ട് എന്റെ കാൽ മൊത്തം പുസ്തകം തുറന്നു വെച്ചേക്കുന്ന പോലെ കാല് മൊത്തം ഓപ്പണായി കിടക്കും. എനിക്ക് എന്റെ കാലിനകത്തിലെ മാംസം മജ്ജ എല്ലാം കാണാം. എന്റെ മജ്ജകളെല്ലാം എന്താ പറയുന്നത്, എല്ലാം റോഡിൽ കിടക്കുക. ആ രീതിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ ഫാറ്റ്സ്, ബോഡിക്കകത്തിലുള്ള ദശകൾ എല്ലാം, ടിഷ്യൂസ് എല്ലാം റോഡിൽ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത് എന്തുവാ സംഭവിച്ചത്. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്റെ ഈ ഹാൻഡിൽ കറങ്ങി വന്നു കഴിഞ്ഞിട്ട് നിന്നു. അന്നേരം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഗാർബേജ് ട്രക്കാണ് പാസ് ഔട്ട് ചെയ്യുന്നത് എന്റെ സൈഡിൽ നിന്ന്. ഈ ഗാർബേജ് ട്രക്ക് കണ്ടോൺമെന്റുകാരുടെ, ആർമിക്കാരുടെ ഗാർബേജ് ട്രക്കാണ്. ഇതിന്റെ ബാക്ക് ടയറിൽ എന്റെ ഈ ഹാൻഡിൽ കയറി കുരുങ്ങി, ഈ പൾസറിന്റെ ഹാൻഡിൽ കയറി കുരുങ്ങി കഴിഞ്ഞിട്ട് ഈ വണ്ടി പുറകിലോട്ട് ഒന്നും നോക്കിയില്ല. സാധാരണ നമ്മുടെ വണ്ടിയിൽ ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു കല്ല് വന്ന് അടിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും എത്ര വലിയ വണ്ടിയാണ്. പക്ഷെ ഈ കണ്ടോൺമെന്റ് ഗാർബേജുകാരും ഒരു സാധാരണ ഒരു കുടിച്ചിട്ടാണ് ഓടിക്കുന്നത്. മദ്യം ലഹരിയിലേക്ക് കുടിച്ചിട്ടാണ് ഇവർ ഓടിക്കുക. കാരണം ഭയങ്കര സ്മെല്ലുള്ള വണ്ടിയല്ലേ, ഇവർക്ക് ഓടിക്കാനാണെങ്കിൽ അത്രയും ഇത് വേണം, ലഹരി ഇല്ലാതെ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ പുള്ളിയും ഡ്രൈവറും നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കൊന്നും മനസ്സിലായില്ല പുറകിൽ ഒരു വണ്ടി ഉണ്ട്, ഇത് കയറി കുരുങ്ങിയിട്ടുണ്ടെന്നൊന്നും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി എന്നെയും വണ്ടിയും ഒരു 10 മീറ്ററും കൂടെ എന്നെ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി. അന്നേരത്തേക്ക് എന്റെ കാലിന്റെ താഴത്തെ ഭാഗവും മൊത്തം കീറി വേറൊരു പരിവായി. അത് കഴിഞ്ഞിട്ട് വലിച്ചോണ്ട് പോകുമ്പോൾ തന്നെ ഞാൻ പുറകിൽ നോക്കുമ്പോൾ എനിക്ക് 2 ടയർ എന്റെ തലയ്ക്ക്
മീതെ എനിക്ക് കറക്റ്റ് ആയിട്ട് എന്റെ തലയുടെ കുറച്ച് ഡിസ്റ്റൻസിൽ എനിക്ക് കാണാം. എന്റെ കൈ വെച്ചിരിക്കുന്ന ആ ഡിസ്റ്റൻസിൽ തന്നെ എനിക്ക് 2 ടയറും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ ട്രക്കിന്റെ കീഴിലാണല്ലോ ഞാൻ. ഇനി എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ചിലപ്പം എന്റെ തലയുടെ മണ്ടയ്ക്കൊന്നാണെങ്കിൽ ഈ വണ്ടി ഓടാൻ പോകും. ഈ വണ്ടി നിൽക്കുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുവോ വണ്ടി. എനിക്കറിയില്ല എന്തോ പറ്റി. എന്റെ റൈറ്റ് സൈഡിൽ വളരെ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്തോ ഒരു ശക്തി എന്റെ ഈ കയ്യിൽ വന്നു. ഞാൻ എന്റെ കൈ ഇങ്ങനെ താഴോട്ട് എന്റെ ബൈക്കിന്റെയും എന്റെ കാലിന്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് ബൈക്ക് ഞാൻ ഈ കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് 200 കിലോ ഉള്ള ബൈക്ക് ഞാൻ ഇങ്ങനെ പൊക്കുക. പൊക്കിട്ട് മാറ്റിയിട്ട് ഞാൻ സൈഡിലോട്ട് മാറ്റി എന്റെ കാലിനകത്ത് ഈ ഫുട്രസ്റ്റ് ഇങ്ങനെ കയറി വരുന്ന, ഇളകി വരുന്ന ഞാൻ കാണുന്നുണ്ട്. ഇളകി വന്നിട്ട് ഞാൻ സൈഡിലോട്ട് മാറ്റി, എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചരിഞ്ഞു. ചരിഞ്ഞപ്പം ഈ വണ്ടി ഇവിടെ നിന്ന് പാസ്സായി. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഞാൻ ആ ചരിയത്തില്ലായിരുന്നു അവിടെ, അതിനകത്ത് നിന്ന് ഞാൻ മാറത്തില്ലായിരുന്നു. ചിലപ്പം അടുത്ത 3-4 സെക്കൻഡിനകത്ത് എന്റെ തലയുടെ മണ്ടയ്ക്ക് നിന്ന് ഈ വണ്ടി പോയാൽ. കാരണം ഞാൻ അന്നേരം ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. എന്റെ കൂട്ടുകാരൻ ഹെൽമെറ്റ് ഇട്ടുണ്ട്, അവൻ വണ്ടി ഓടിക്കുന്നുണ്ട്, അവൻ ഹെൽമെറ്റ് ഇട്ട്, ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. എന്റെ തലയുടെ മണ്ടയ്ക്ക് നിന്ന് കയറിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തുവായിരുന്നു അവസ്ഥ എന്നുള്ളത്. പക്ഷെ എങ്ങനെയോ ഞാൻ വെളി വന്നിട്ട് ഇവരെല്ലാരും പോയിട്ട് വണ്ടിയുടെ കുറുകെ വെച്ചിട്ട് അവനോട് പറഞ്ഞു, എടാ നീ പുറകെ നടന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല. എന്നാലും അവർ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ലാന്നു. അങ്ങനെ ആ വണ്ടി അവിടെ നിർത്തി. എന്നെ അവരെല്ലാരും പൊക്കിക്കൊണ്ട് ഇങ്ങനെ കാലും പൊക്കി എന്നെയും പൊക്കിക്കൊണ്ട് സൈഡിൽ കൊണ്ടാക്കി. ഈ പൊക്കുന്ന നേരത്ത് ഞാൻ എന്റെ കാല് കണ്ടപ്പം, കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തേനീച്ചക്കൂട് എങ്ങനെ ഇരിക്കുന്നേ, അങ്ങനെ എന്റെ കാല് ഇങ്ങനെ ഞാൻ കിടക്കുവാണ്. അപ്പൊ ഞാൻ ആകപ്പാട് വരണ്ട് പേടിച്ചിരിക്കുക. പേടിച്ചെന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബോധം എനിക്ക് അന്നേരം ഉണ്ട്. ദൈവം സഹായിച്ച എനിക്ക് ബോധം അന്നേരം ഉണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ബോധം എന്തായാലും പോകുന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാൻ നേരത്തെ ഇങ്ങനെ ആക്സിഡന്റ് കേസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവർ സാധാരണ ബോധം പോയാൽ ഡയറക്റ്റ് കോമയിലാണ് പോകുന്നത്. കോമയിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാൻ ചാൻസസ് ഒത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഞാൻ എന്റെ ഫോൺ എന്റെ കയ്യിൽ പിടിച്ചു വെക്കാം. കാരണം ഞാൻ ലൊക്കേഷൻ കണ്ടോണ്ടിരിക്കുകയാണ് പുറകിൽ. അപ്പോൾ ഫോൺ എന്റെ കയ്യിൽ ഞാൻ വിട്ടിട്ടില്ല. വീണ് കഴിഞ്ഞിട്ട് എന്റെ ഫോൺ എന്റെ കയ്യിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതാ എന്റെ ഫോൺ, ഇതിന്റെ പാസ്വേഡ് ഇതാ, എന്റെ അമ്മയപ്പനെ വിളിച്ചിട്ട് പറ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഓക്കെ ഞാൻ വിളിക്കാം. പക്ഷെ അവനോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്കൊന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ആരുടെയും എടുത്ത് ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് നീ എന്റെ കണ്ണിൽ എപ്പോഴും തെളിച്ചുകൊണ്ടിരിക്കണമെന്ന്. കാരണം എന്റെ കണ്ണ് അടയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഞാൻ ബോധം കെട്ടാൽ ചിലപ്പം എന്റെ ജീവൻ പോലും പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് നേരിട്ട് ഡോക്ടറിനോട് പറയണം എന്തുവാ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചത്. ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഐഡിയ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ജീവനോടെ അവിടെ എത്തണം, എനിക്ക് നല്ലൊരു ബോധം കാണണം. അത് ആ രീതിയിൽ നീ എന്റെ കണ്ണിൽ എപ്പോഴും വെള്ളം തെളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ കരയണോ എന്തോ ചെയ്യണം, നിലവിളിക്കണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ചെയ്യേണ്ടത്. ഞാൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതെന്തുവാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തോ വളരെ ഭീകരമായിട്ടുള്ള അപകടമാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത്തരം വർഷങ്ങൾ എന്റെ 10ാം ക്ലാസ് മുതൽ ഞാൻ ജോലി ചെയ്യുന്നു. ആ സമയം മുതൽ ഇതുവരെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്തു, കുറെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതിലെല്ലാം ദൈവം എന്നെ നടത്തി, ഒരു കുഴപ്പമില്ലാതെ എന്നെ നടത്തി. ഓക്കെ, പരാജയങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ വന്നു, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ നാട്ടിലോട്ട് പോകാനുള്ള ടിക്കറ്റ് വരെ എടുത്തു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പഠിക്കാനും അതിനുള്ള ആഗ്രഹത്തോടെ എല്ലാം ഇരിക്കുമായിരുന്നു. ആ സമയത്താണോ ദൈവം എന്റെ ജീവിതത്തിൽ ഇത് നടക്കേണ്ടത്? വൈ എന്റെ ജീവിതത്തിൽ എന്താ ഇത് നടന്നെന്നുള്ള കാര്യം ഞാൻ ദൈവത്തോട് എന്തുവാ ഒരു ചെറിയൊരു ഫൈറ്റിംഗ് എന്ന് പറയാം. ഞാൻ ദൈവത്തെടുത്ത് അങ്ങ് നിലവിളിക്കുക. ഞാൻ നിലവിളിച്ച് കരഞ്ഞു പറയുക, ദൈവമേ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്, ഇനിയും എനിക്ക് ആഗ്രഹം ഉണ്ട്, സുവിശേഷ വേല ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നീ അന്ന് എനിക്ക് തന്ന അടയാളം, അന്ന് എനിക്ക് തന്ന ചിഹ്നം പോലെ എനിക്കൊരു അടയാളം കൂടെ തരണം. ഞാൻ ജീവനോടെ ഇരിക്കുവാണെങ്കിൽ എനിക്കൊരു അടയാളം തരണം. ഞാൻ ജീവനോടെ ഇരിക്കുവാണെങ്കിൽ എനിക്കൊരു അടയാളം തരണം. അല്ല, ഞാൻ ജീവനോടെ ഇരിക്കത്തില്ല, ഞാൻ മരിക്കുവാൻ ഉള്ളവനാണെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ്, എന്നെ ഈ ആംബുലൻസ് ഇപ്പം വരും, ഈ ഹോസ്പിറ്റലിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ എന്റെ കണ്ണടച്ചേക്കണം. കാരണം എനിക്കറിയാം എന്റെ കാല് വളരെ ഒരു ഭീകരമായുള്ള അവസ്ഥയിലാണ്. ഇനിയും അതിൽ നിന്നും എനിക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയും അങ്ങനെ പോയി മരിക്കുന്നേക്കാളും നല്ലത് ദൈവം എന്റെ കണ്ണങ്ങ് അടച്ചോ, ഞാൻ ഡയറക്റ്റ് അങ്ങ് വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആംബുലൻസ് വരുന്നു. ആംബുലൻസ് വന്നിട്ട് ഇവരെന്നെ പൊക്കി ആംബുലൻസിനകത്ത് ഇട്ടു. എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ആംബുലൻസുകാർ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകാൻ പാടില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇല്ല, അവർ പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, ആക്സിഡന്റ് കേസ് ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം, FIR ഒക്കെ എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊസീജിയർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെ അവർ എന്നെ സസുൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, പൂനെയിലെ സസുൻ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വളരെ പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ പേര് കേട്ടത് നെഗറ്റീവ് സൈഡ് എന്നാണ് പേര് കേൾക്കുന്നത്. പോസിറ്റീവ് സൈഡ് ആ ഹോസ്പിറ്റൽ ഒട്ടുമേ ഇല്ല.
അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ സസൂൺ എന്നാണ് പേര്, പക്ഷെ സസൂൺ അവിടെ അറിയപ്പെടുന്നത് ഡൈസൂൺ. സസൂൺ വിച്ച് മീൻസ് ഡൈസൂൺ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കാരണം കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പൂനെയിൽ കേസസ്, ഡെഡ് കേസസ് നടത്തുന്നത് ആ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു 1000 മരിച്ചു ആ ഹോസ്പിറ്റൽ. അങ്ങനെ എന്താ പറയുക, ഒരു വൃത്തിയായിട്ട് ഒരു ഹോസ്പിറ്റലാണത്. വൃത്തിയില്ല, ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ഫീലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് അവര് 2 മണിക്കൂർ എന്നെ അവിടെ ഒരു കാഷ്വാലിറ്റി തന്നെ വെച്ചു. എനിക്ക് അവര് എന്റെ കയ്യിൽ നിന്നും ഒരു സിറിഞ്ച് ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കുറച്ചും കൂടെ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യും, ഒബ്സർവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ചെയ്യാന്ന് പറഞ്ഞു. അന്നത്തേക്ക് എന്റെ വീട്ടുകാരെല്ലാവരും എത്തി. എന്റെ പപ്പ അവിടെ വന്നു. എന്റെ പപ്പ വന്നിട്ട് എന്റെ കാല് കണ്ടു. എന്റെ പപ്പ ആണെങ്കിൽ ബ്ലഡ് കണ്ടാൽ പപ്പയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ അന്ന് എന്റെ പപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്റെ കാലിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ പപ്പയ്ക്ക് എങ്ങനെയോ ഒരു ദൈവം ഒരു ബലം തന്നു. എന്റെ കാല് പപ്പ നോക്കി കഴിഞ്ഞിട്ട് പപ്പ ആകപ്പാട് തകർന്ന ഒരു പരുവായി. പപ്പ എന്തോ പറയണമെന്ന് അറിയില്ല. പപ്പയുടെ പോക്കറ്റിനകത്ത് 3000 രൂപയുണ്ട്. എന്റെ അക്കൗണ്ട് ആണെങ്കിൽ മൈനസിൽ കിടക്കുക. എവിടുന്ന് എന്തോ ചെയ്യും, എങ്ങനെ ചെയ്യും, ഞങ്ങൾക്കൊന്നും അറിയില്ല. എങ്ങനെയോ എന്റെ ചേച്ചിയും വന്നു. ചേച്ചിയുടെ ഫ്രണ്ട്സ് ആരോ ഹെൽപ്പ് ചെയ്തു. അവിടുത്തെ ആദ്യത്തെ ഒരു പൈസ നിറയ്ക്കുവാൻ അവർ പൈസ തന്നു. എന്നിട്ട് പറഞ്ഞു പ്രൊസീജിയർ തുടങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രൊസീജിയർ തുടങ്ങാൻ പറഞ്ഞിട്ടും 4 മണിക്കൂറായി, 5 മണിക്കൂറായി, 6 മണിക്കൂറായിട്ടും എനിക്ക് ഇവർ ഈ സെഡേഷൻ മാത്രം തന്നുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് ഒരു സലൈൻ മാത്രമേ പോകുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. 6 മണിക്കൂറായ ശേഷം എന്റെ പപ്പയോട് വന്ന് പറഞ്ഞു. എന്റെ പപ്പ അവരുടെ അടുത്ത് പോയിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തു. പപ്പ പറഞ്ഞു, ഇത്ര സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കുന്നു, നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തെ? അപ്പോൾ ഡാഡി അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിനും ഞങ്ങൾക്കും ഒരു ഹെൽപ്പ് ആവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു CT സ്കാനും ഒരു MRI സ്കാനും എടുക്കാം. ഡോക്ടർ കുറച്ച് സമയം കൂടെ എടുക്കും വരാൻ, അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. എന്നെ CT സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ടുപോയി. എന്നെ സ്ട്രക്ചറിലാണ് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എവിടേക്കോ പോന്നു. ഈ കാഷ്വാലിറ്റിയിൽ നിന്നും ഒരു 5 മിനിറ്റെങ്കിലും ഈ എന്താ പറയുക, സ്ട്രക്ചർ വലിച്ചുകൊണ്ട് പോകണം. അത്രയും ദൂരമാണ് ഈ ഇവരുടെ CT സ്കാൻ സംഭവങ്ങളൊക്കെ. ആ 5 മിനിറ്റ് വഴിയിലെല്ലാം എന്റെ ബ്ലഡ് എല്ലായിടത്തും ഇങ്ങനെ കിടക്കുക. ഒരു ആയ ആണെങ്കിൽ മോപ്പ് കൊണ്ട് ഞങ്ങളെ പുറകെ നടക്കുക, ബ്ലഡ് എല്ലാം ഫ്ലോറിൽ നിന്ന് തൂത്തോണ്ട് നടക്കുക ഞങ്ങളുടെ പുറകിൽ. അങ്ങനെ ഞാൻ ആ കാഷ്വാലിറ്റിയിൽ നിന്നും CT സ്കാനിലോട്ട് പോയി. CT സ്കാൻ മെഷീനിലോട്ട് എന്നെ ഇട്ടപ്പം എന്റെ ബോഡിക്കകത്ത് നിന്നുള്ള എല്ലാ ബ്ലഡും ഇറങ്ങുന്നുണ്ട്. ഞാനാണെങ്കിൽ ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് ഒന്ന് കഴുകിയെടുക്കുന്ന പോലെ എന്റെ ബോഡി മൊത്തം ബ്ലഡിനകത്ത് ഇങ്ങനെ കഴുകിയെടുക്കുന്ന പോലെ കിടക്കുക. അതിനു മുമ്പേ ഞാൻ ഒരു രംഗം കൂടി പറയാൻ മറന്നുപോയി. ഈ ആക്സിഡന്റ് സ്പോട്ടിൽ തന്നെ എന്നെ എടുത്തുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞപ്പം അടുത്ത രംഗം ഞാൻ കാണുന്നത്, റോഡില് കാക്കകൾ വന്നിട്ട് ഈ താഴെ കിടക്കുന്ന എന്റെ മജ്ജാമാംസം എല്ലാം പൊക്കി കഴിക്കുക, എടുത്ത് പോവുക. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, ഇതൊക്കെ ഞാൻ എന്തോ കാണുന്നത്. അന്നത്തേക്ക് ആൾക്കാരെല്ലാവരും അവരുടെ കയ്യിൽ നിന്നും മണ്ണ് വാരിക്കൊണ്ട് റോഡിൽ അങ്ങ് കൊണ്ടിടുക, അതിന്റെ മണ്ടയ്ക്ക് മൊത്തം മറച്ചു. അതുവരെ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ചെറിയൊരു ട്രോമ ഉണ്ട് മനസ്സിൽ. പക്ഷെ ഇതെല്ലാം ദൈവം എന്നെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറുതായിട്ട്. ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ഇവര് എന്റെ CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ റിസൾട്ട് ഒരു 15 മിനിറ്റിനകത്ത് തരാമെന്ന് പറഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം റിസൾട്ട് വന്നത് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വന്നത്. അവർ പറഞ്ഞു, ഇത്രയും മേജർ ഒരു ആക്സിഡന്റ് ആയിട്ടും എന്റെ തലയ്ക്ക് ഒരു ഇഞ്ചുറി പോലും ഇതുവരെ വന്നിട്ടില്ല, അകത്തൊരു ഇഞ്ചുറി പോലും ഇല്ല. ദൈവം സഹായിച്ചു, എന്റെ തലയ്ക്ക് ഒരു ഇഞ്ചുറി ഇല്ല. ഞങ്ങൾ വിചാരിച്ചു തലയ്ക്ക് എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് MRI സ്കാൻ എടുത്തു. MRI സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും MRIയുടെയും റിപ്പോർട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിന്റെ റിപ്പോർട്ട് വന്നു. പിന്നെയും ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി, കാരണം അതും ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് വന്നു. അവർ പറഞ്ഞു, ഇത്രയും മേജർ ആക്സിഡന്റ്, എന്റെ കാലിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ തന്നെ പേടിച്ചു പോകും. എന്റെ കാലിന്റെ അത്രയ്ക്കും ആ രീതിയിൽ വെച്ചാൽ എന്റെ എല്ലുകൾ കാണാം, അത്രയും ഡീപ്പായിട്ടുള്ള ഇഞ്ചുറീസ് ആണ്. അപ്പൊ എന്റെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വിചാരിച്ചു എന്തായാലും നല്ല 5-6 പൊട്ടലെങ്കിലും കാലിന് കാണുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ MRI സ്കാനിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ബോണിന് ഒരു എല്ലിനും പോലും ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ഇവന്റെ മജ്ജയും മാംസവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എല്ലിന് ഒരു പൊട്ടലും എങ്ങും ഇല്ല. ഇവന്റെ ബോഡിക്കകത്ത് എങ്ങും ഒരു പൊട്ടലും ഇല്ല. കൈക്ക് മാത്രമേ, ഈ വിരൽ കണ്ടോ, ഈ വിരൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടോ, ഈ വിരൽ മാത്രം ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ നോർമൽ ഒരു കാര്യമാണ്, അത് നമുക്ക് തിരിച്ചു വെക്കാം, അങ്ങനെയുള്ള കാര്യം അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്നേരം ഈ വിരലൊന്നും ശ്രദ്ധിക്കുന്നില്ല, മെയിൻ ആയിട്ട് നമുക്ക് കാലാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും തിരിച്ച് നമുക്ക് കാഷ്വാലിറ്റി കൊണ്ടുപോകാം. പിന്നെയും കാഷ്വാലിറ്റി കൊണ്ടുപോയിട്ട് ഇവർ എന്നെ പിന്നെയും കിടത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ പോയിട്ട് ഒത്തിരി ഷൗട്ട് ചെയ്തു, പറഞ്ഞു, എന്തുവാ ചെയ്യുന്നത് നിങ്ങൾ? ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന് ഉള്ള പ്രൊസീജിയർ ഒന്നും ചെയ്യുന്നില്ല, ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുന്നില്ല, അല്ലെങ്കിൽ ICU കയറ്റി, ഇതിലൊക്കെ ചെയ്യും.
അവർ പറഞ്ഞു സോറി സാർ, ഞങ്ങൾക്ക് ICUവിൽ ബെഡ് ഇപ്പോഴും വേക്കന്റ് അല്ല, ഒരു ബെഡ് വേക്കന്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ തന്നെ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എൻ്റെ ഡാഡി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറിനെ വിളിച്ച് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഡോക്ടർ, ഡാഡിക്ക് 2012 ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു. വണ്ടി ഓയിലിന്റെ മണ്ടയ്ക്ക് വണ്ടി കയറി സ്കിഡ് പപ്പയുടെ ലിഗമെന്റിന്റെ ഫ്രാക്ചർ വന്നായിരുന്നു. അതിന്റെ ഓപ്പറേഷൻ ചെയ്ത ഒരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറിന്റെ അടുത്ത് എൻ്റെ ഡാഡി പോയി സംസാരിച്ചു, ഫോണിൽ തന്നെ സംസാരിച്ചു. ഫോണിൽ തന്നെ സംസാരിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കുള്ളതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അപ്പൊ ഡാഡി പറഞ്ഞു അത് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഞാൻ അവിടുത്തെ ലോക്കൽ ഡോക്ടറിന്റെ അടുത്ത് കൊടുത്ത് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ലോക്കൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ അവരുടെ മെഡിക്കൽ ടേംസിൽ എന്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ഡാഡി അടുത്ത് തിരിച്ച് ഫോൺ തന്നു. ഡാഡിയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മോനെ അവിടുന്ന് മാറ്റണം, അടുത്ത 2 മിനിറ്റിനകത്ത് അവിടുന്ന് ഡിസ്ചാർജ് എടുക്കണം. കാരണം നിങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, വേറെ ആളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയത്തില്ല. ഞാൻ ഇപ്പൊ സംസാരിച്ച ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോന് 2 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ആശ്വാസമായി തീരാൻ വേണ്ടിയാണ് അവർ CT സ്കാനും MRI ഒക്കെ എടുത്തത്. കാരണം ഇവന്റെ ബോഡിക്കകത്ത് ബ്ലഡ് എന്ന് പറയുന്ന സാധനം ഇനിയും ഇല്ല. കാരണം ഇത്രയും വലിയ ഇഞ്ചുറിക്കകത്തുനിന്ന് ശരീരത്തിനകത്തുള്ള ബ്ലഡ് എല്ലാം പോയി. ഇനി ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ തന്നെ ഇത് പമ്പായിട്ട് പിന്നെ വെളി തന്നെ വരും, അകത്തിടുന്ന ബ്ലഡ് പിന്നെ വെളി വരും. കാരണം അത്രയും വലിയൊരു ഇഞ്ചുറിയാണ് ബോഡിക്കകത്ത് കിടക്കുന്നത്. അടുത്ത 2 മണിക്കൂർ സമയം മാത്രമേ പറയുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാരെല്ലാവരും ആകെപ്പാടെ തകർന്നു പോയി. കാരണം ഞാൻ ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ കൺസെന്റ് എഴുതിയെടുക്കും. ഈ CT സ്കാൻ ചെയ്യുന്നതിന് മുമ്പേ MRI എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ഒരു സിഗ്നേച്ചർ വേണം. അതിനകത്ത് ഞാൻ എന്തോ എഴുതിയാലും കുത്തി വരച്ചാലും കുഴപ്പമില്ല, എൻ്റെ സൈഡിൽ നിന്ന് അടിക്കണം വേണ്ടത്. അങ്ങനെ അവര് ഈ ഫയൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അറിയാതെ ഒരു പേജ് ഇങ്ങനെ തിരിച്ചു നോക്കിയപ്പോൾ ലാസ്റ്റ് പേജ് കാണുന്നത് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അതിനകത്തും എന്റെ സൈൻ എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോസ്പിറ്റൽ ഭയങ്കര ഒരു എന്താ പറയുക, വളരെ തരികിടയൊക്കെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ. അങ്ങനെ നേരത്തെ ഇവിടെ ഒത്തിരി എന്താ പറയുക കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിനെ പറ്റി. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഇവരെന്തായാലും എന്നെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഞാൻ ഒരു യങ്സ്റ്റർ ആയതുകൊണ്ട് എന്റെ ലിവറും കിഡ്നിയും ഇവരൊക്കെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ എനിക്കറിയാം ഇവർ എന്തോ ചെയ്യാൻ പോകുന്നത്. ഡാഡി എത്രയും പെട്ടെന്ന് കൊണ്ടൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടൊന്ന് മാറ്റാം, അടുത്ത 2 മണിക്കൂർ സമയം മാത്രം എനിക്ക് തരുന്നുള്ളൂ. ഇവർ എന്നോട് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ എന്റെ വീട്ടുകാരോട് പറഞ്ഞു 2 മണിക്കൂർ സമയമുള്ളൂ. ഇവരെല്ലാവരും ആകെപ്പാട് വെപ്രാളപ്പെട്ട് ഒത്തിരിയല്ല. അന്നേരത്തേക്ക് ഫുൾ ഇന്ത്യ മൊത്തം എവിടെയൊക്കെ അറിയിക്കാൻ പറ്റും അവിടെ എല്ലാം ന്യൂസ് അറിഞ്ഞു. ജെയ്സൺ എന്ന് പറയുന്ന പാസ്റ്ററിന്റെ മോനാണ്, അവന് ആക്സിഡന്റ് നടന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവപ്രവൃത്തിയും അവിടെ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് തന്നെ ഉടനെ തന്നെ പാക്കപ്പ് ചെയ്തിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഉടനെ അവര് CT സ്കാൻ ഒക്കെ ആ റിപ്പോർട്ട്സ് എല്ലാം നോക്കി അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ICUവിൽ എടുക്കുവാന്ന് പറഞ്ഞു. ICUവിൽ എടുക്കുന്ന മുമ്പേ ഈ സസ്വൻ ഹോസ്പിറ്റലിൽ ഇത്ര നേരം എനിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ഇവർ ചെയ്തിട്ടില്ല. എന്താ പറയുന്നത്, ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ഇവർ ചെയ്തിട്ടില്ല. ഇവര് പക്ഷെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് 40 ലിറ്റർ സലൈൻ വാട്ടർ കൊണ്ട് എന്റെ കാലിലോട്ട് ഒഴിച്ചിട്ട് ഇത് ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ പുറത്ത് പഞ്ഞിയൊക്കെ കെട്ടി വെച്ചിട്ട് എന്നെ വിട്ടു അവിടെ. കാരണം അടുത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ പണ്ടത്തെ ഹോസ്പിറ്റലിൽ നേരത്തെ ഹോസ്പിറ്റലിൽ എന്തോ ചെയ്തു എന്നുള്ള കാര്യം കാണിക്കണ്ടേ, അതുകൊണ്ട് അത്രയെങ്കിലും അവർ ചെയ്തു. ഈ സെക്കൻഡ് ഹോസ്പിറ്റലിൽ പോയി, സ്റ്റെർലിംഗ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്, നിഗഡി. എന്റെ വീടിന്റെ അടുത്താണ് ഇത്. അപ്പം ഞങ്ങൾ 35-40 കിലോമീറ്റർ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് ആംബുലൻസിൽ പോവാം. ആംബുലൻസിൽ കൊണ്ട് രാത്രി ഒരു 11:30 ആയപ്പോഴത്തേക്ക് എന്നെ അവിടെ എന്നെ ആക്കിയിട്ട് അവർ എന്നോട് പറഞ്ഞു ICU ഞങ്ങൾ എടുക്കാം. ICUവിൽ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ഒരു മൊത്തം ഡ്രസ്സിങ് ചെയ്തു. ഫുൾ കാൽ മൊത്തം ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഒരു വലിയൊരു ബൗൾ നിറച്ച് മൊത്തം കല്ലും മണ്ണും മാത്രം എന്റെ കാലിനകത്തുനിന്ന് എടുത്തു. കാരണം അത്രയ്ക്കും കല്ലും മണ്ണെല്ലാം കയറിയിരിക്കും അതിനകത്ത്. ഒരു ബൗൾ നിറച്ച് എന്റെ കല്ലും മണ്ണെല്ലാം മൊത്തം ബോഡിക്കകത്തുനിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, സർജറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. ഒരു രാത്രി എന്നെ മൊത്തം അവിടെ കിടത്തി. അവരെങ്ങനെയോ എന്നെ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്നെ അവിടെ കിടത്തി. അടുത്ത ദിവസം രാവിലെ സർജറി കഴിഞ്ഞു. സർജറി എന്ന് വെച്ചാൽ അവർ ആ കാൽ മൊത്തം ഓപ്പൺ ചെയ്തിട്ട് അവരിങ്ങനെ തൂക്കിയിടും. കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇവിടുന്ന് മേളിൽ നിന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇടും. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ നോർമലി നമുക്കൊരു മുറിവ് പറ്റിയാൽ അതിന് മണ്ടയ്ക്ക് ഒരു ലിക്വിഡ് ഇടും. ആ ലിക്വിഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ സാക്ഷ്യം പറയുമ്പോൾ പറയും, നിങ്ങൾ ആ ലിക്വിഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ദാവീദ് എന്താ പറയുക തുള്ളിച്ചാടിയ പോലെ നിങ്ങളും തുള്ളിച്ചാടും. കാരണം അത്രയ്ക്കും നീറ്റിലാണ് ഈ സാധനത്തിനുള്ളത്.
അപ്പോൾ ഈ സാധനം ഒരു തുള്ളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ കാലിൽ ഇടുന്നത് 4 ലിറ്റർ, 4 ബോട്ടിൽ, 1 ലിറ്ററിന്റെ 4 ലിറ്റർ ബോട്ടിൽ ആണ് എന്റെ കാലിൽ കൂടെ ഒരു ഒഴിച്ച് മൊത്തം ക്ലീൻ ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ മേളിലോട്ട് ലൈറ്റിലോട്ട് ഞാൻ നോക്കുവാണെങ്കിൽ മൊത്തം പുകയാണ് കാണുന്നത്. കാരണം ഈ കാലിനകത്തുള്ള അഴുക്കും പഴുപ്പും എല്ലാം. കാരണം ഈ ഒരു ദിവസം ഫുൾ അവിടെ ആ ഹോസ്പിറ്റലിൽ കിടന്നത് തന്നെ അവിടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ആയി എന്റെ ബോഡിക്കകത്ത്. കാൽ മൊത്തം അളിയാൻ തുടങ്ങി. അങ്ങനെ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് ഇവർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഭയങ്കര ടേക്ക് കെയർ ചെയ്താൽ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ഇൻഫെക്ഷൻ ചിലപ്പം ഇവന്റെ ബോഡിക്ക് അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവന്റെ ലിവറിലോട്ടോ കിഡ്നിയിലോട്ടോ അങ്ങനെയുള്ള വേറെ ഓർഗൻസിലോട്ടോ ഇൻഫെക്ഷൻ പകരുവാൻ വളരെ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എവിടുന്നൊക്കെയോ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ടൊക്കെ വരാൻ തുടങ്ങി. കാരണം ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടുന്നൊക്കെയോ ഫണ്ടൊക്കെ കയറാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ തന്നെ 2.5 ലക്ഷം രൂപ വേണം, 3.5 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അവിടെ എടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സർജറിയും ഇവർ എങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ മൂന്നാമത്തെ സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മൂന്നാമത്തെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ എന്റെ ഈ വയറ്റിന്റെ ഇവിടുന്ന് മൊത്തം എന്റെ മലം മൊത്തം ഇവിടുന്ന് ഇളകി വരിക, എന്നിട്ട് എന്റെ കാലിലോട്ട് പോവുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ ഭയങ്കര സ്മെൽ അടിക്കുന്നു, എന്റെ ബോഡിയാണ് ഭയങ്കര സ്മെൽ അടിക്കുന്നു. ഞാൻ ഇങ്ങനെ പൊങ്ങി നോക്കിയപ്പോൾ എന്റെ കാലിന്റെ താഴെ മൊത്തം പഴുപ്പിളകി കിടക്കുക. അപ്പൊ ഡോക്ടർ എന്റെ പപ്പയോട് വന്ന് പറഞ്ഞു, മൂന്നാമത്തെ സർജറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവന്റെ ബോഡി ഞങ്ങൾ 2 സർജറി ചെയ്തിട്ടും റിയാക്ട് ചെയ്യുന്നില്ല. അത് റിയാക്ഷൻ കൂടുന്നതേ ഉള്ളൂ, ഇൻഫെക്ഷൻ ആ കൂടുന്നത്, റിയാക്ഷൻ ഒന്നും ആവുന്നില്ല. ഞങ്ങളുടെ മെഡിസിൻ ഒന്നും ഇവനെ പിടിക്കുന്നില്ല. കാരണം അത് അത്രയ്ക്കും ഇൻഫെക്ഷൻ അകത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു എന്തോ ചെയ്യാൻ പറ്റും ഇനി. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, പക്ഷെ റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, പക്ഷെ അത് ചെയ്താൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി പറഞ്ഞു എന്തുവാ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കാല് ആംപ്യൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ആംപ്യൂട്ട് എന്ന് വെച്ചാൽ എന്റെ ഹിപ്പിന്റെ അവിടുന്ന് താഴോട്ടുള്ള ഭാഗം മൊത്തം ആംപ്യൂട്ട് മുറിച്ച് കളയേണ്ടി, 2 ഭാഗമാക്കണം. ഒരു കാല് മാത്രമേ എനിക്ക് ഇനിയും ജീവിതകാലം കാണത്തുള്ളൂ, ഒരു കാല് മൊത്തം മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഡാഡി ആകപ്പാട് ഭാരപ്പെട്ടു, ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ആകപ്പാട് ഭാരപ്പെട്ടു. ഡാഡിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാൻ, നിങ്ങൾ അതിനുള്ള ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു ഇവന്റെ കാല് മുറിക്കാൻ ഞാൻ പെർമിഷൻ തന്നാൽ ഇവന്റെ കാലൊക്കെ നിങ്ങൾ മുറിച്ചെന്ന് വിചാരിച്ചോ, ഇവന് ജീവൻ തിരിച്ചു കിട്ടും. കാരണം ഡാഡി പറഞ്ഞു ഇവന്റെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം, ഇവന്റെ കാല് പോയാലും കുഴപ്പമില്ല, എന്റെ ജീവനാണ്. ഇവന്റെ മൂക്കിന്റെ താഴെ ഞങ്ങൾ വിരൽ വെക്കുവാണെങ്കിൽ ഇവന്റെ ശ്വാസം ഞങ്ങൾക്ക് വേണം, അത് മാത്രമേ ഞങ്ങൾക്ക് മതി, വേറെ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവൻ ജീവിതകാലം ബെഡിൽ കിടന്നാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവന് ജീവനോട് വേണം, അത് മാത്രമേ എന്റെ ഡാഡി ആഗ്രഹിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു സാർ ഞങ്ങൾ വളരെ ദുഃഖത്തിൽ ഞങ്ങൾ ആയിരിക്കും, ഞങ്ങൾ തന്നെ സോറി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. കാരണം ഇത് ചിലപ്പം ആംപ്യൂട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവത്തില്ല, പക്ഷെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം അത് ഞങ്ങൾക്ക് പോലും പറയാൻ കഴിയത്തില്ല. ഇപ്പൊ ഡാഡി ഉടനെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ വേറെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറും കൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവിടുന്ന് ഡിസ്ചാർജ് എടുത്തു 3ാമത്തെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു. അതൊക്കെ വേറൊരു സാക്ഷ്യമാണ്, ആ ഹോസ്പിറ്റലിൽ കിട്ടാൻ തന്നെ വേറൊരു സാക്ഷ്യം. കാരണം ഈ ഹോസ്പിറ്റലിൽ വരാനിരുന്ന ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ. കാരണം 3ാമത്തെ സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ സുമിത് സക്സേന എന്ന് പറയുന്ന ഡോക്ടറാണ്. ആ പുള്ളി ഈ ഹോസ്പിറ്റലിൽ വരാനിരുന്നായിരുന്നു, പക്ഷെ ആ പുള്ളി അന്ന് വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് ഈ ഡോക്ടറുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് പുള്ളി വിളിച്ചു. എന്നിട്ട് പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു എന്തോ പറ്റി ഡോക്ടർ, എന്താ വരാനെ, ഇന്ന് സർജറി ചെയ്യാനുള്ളതല്ലേ. കാരണം ഞാൻ 7 മണിക്കൂർ മുമ്പേ ഒന്നും കഴിക്കുന്നില്ല, സർജറി ചെയ്യേണ്ട 7 മണിക്കൂർ മുമ്പേ ഒന്നും കഴിക്കാൻ പാടില്ല, സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് 7 മണിക്കൂർ ഒന്നും കഴിക്കാൻ പാടില്ല, 14 മണിക്കൂർ നിൽ ബൈ മൗത്ത് എന്ന് പറഞ്ഞു, NBM എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സ്ഥിതിയിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല. ആ സമയത്ത് ഈ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു മോൻ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല, നിങ്ങൾ സർജറി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒന്നും കഴിക്കാനും കൊടുക്കാൻ പറ്റുന്നില്ല, കുടിക്കാനും കൊടുക്കാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് എന്നെ അവർ ഡിസ്ചാർജ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ അവിടെ വരാൻ ആഗ്രഹിച്ചായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല. വൈ? ബിക്കോസ് ഞാൻ ഇവന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. നോക്കിയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഇവന്റെ ലൈഫ് ലാസ്റ്റ് സ്റ്റേജിലാണ്, ഇവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇവനെ ട്രീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ വേറെ 2-3 പേഷ്യന്റിനെ രക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ വരാൻ താല്പര്യപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പപ്പ പറഞ്ഞു ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആ ഹോസ്പിറ്റലിൽ വരാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞത് അത് മാത്രമല്ല, അവിടെ ഇവന് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെന്റ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ അവിടെ ഇല്ല.
അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, മോനെ എങ്ങനെയും രക്ഷപ്പെടുത്താനുള്ള ട്രൈ ഞാൻ ചെയ്യാം, നിങ്ങൾ എന്റെ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്റെ ഹോസ്പിറ്റലല്ല, പുള്ളി പറഞ്ഞത് ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ഇവിടെയൊക്കെ ഞാൻ പോയി സർജറി ചെയ്യാറുണ്ട്, അതിനകത്ത് ഏറ്റവും ഒരു അഫോർഡബിൾ ഹോസ്പിറ്റലാണ് ഇനാംദാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഫാത്തിമ നഗർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്, ഹഡപ്സർ. ഇതെന്ന് വെച്ചാൽ എന്റെ ആക്സിഡന്റ് നടന്ന ഒരു സ്ഥലമാണ് ഇത്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെ ഉണ്ട് ഈ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്സിഡന്റ് ഇവിടെ നടന്നു, അവിടുന്ന് ഞാൻ വീട്ടിന്റെ ഏരിയയിലോട്ട് പോയി, പിന്നെയും വീട്ടിന്റെ അവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്നത് എന്റെ ആക്സിഡന്റ് നടന്ന ഏരിയയിലോട്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു ആംബുലൻസിൽ രാത്രി തന്നെ കയറ്റി ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് എടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകാം. ആ സമയത്ത് എനിക്കാണെങ്കിൽ എന്റെ നെഞ്ചിന്റെ ഇവിടെ, എന്റെ ലങ്സിന്റെ പാർട്സ്, എന്റെ ഇവിടെ ഈ ഇടയ്ക്കുള്ള ഭാഗം ഭയങ്കര വേദന. എനിക്ക് വേദന എന്ന് വെച്ചാൽ എന്റെ ആരോ ഇങ്ങനെ ചെസ്റ്റിൽ ആരോ കുത്തി വെക്കുന്ന പോലെ ഭയങ്കര വേദന. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇതെന്തുവാ, ഭയങ്കര വേദന ഉണ്ടല്ലോ, എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുക. കാരണം ഞാൻ ഈ സെക്കൻഡ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ, വേറൊരു കാര്യം കൂടെ പറയാം, ഈ സെക്കൻഡ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ നോക്കുവാണെങ്കിൽ എന്റെ റൈറ്റ് സൈഡിലുള്ള ആളുടെ തലയിൽ ഒരു എന്തോ ചെയ്യുന്നേ, തുണി ഇടുക. കാരണം ഈ ആള് രാത്രി തന്നെ ഡെഡായി, അങ്ങനെയുള്ള കാര്യം. രാവിലെ പിന്നെ ഞാൻ രാത്രി നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലെ ആളുടെ തലയിൽ ഒരു തുണി ഇട്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാം, കാരണം ഈ ആളും ഡെഡായി. അപ്പൊ എന്റെ മനസ്സിലൊരു പേടിയുണ്ട്, ചിലപ്പം അടുത്ത ചാൻസ് എന്റെ നമ്പർ ആയിരിക്കും അടുത്തത് എന്നുള്ള ആ ഒരു പേടി എന്റെ മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ച ചിലപ്പോൾ ഈ നെഞ്ചുവേദനയൊക്കെ അതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും, ആ ആൻസൈറ്റി എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഇതൊക്കെ എനിക്ക് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് വേദന ഉണ്ട്, ചെസ്റ്റിൽ നല്ല പെയിൻ ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ എനിക്കൊരു പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, എന്തോ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര വേദന ഉണ്ട്, ആരോ എനിക്ക് ഇവിടെ എന്തോ കുത്തി കയറ്റുന്ന പോലെ ഒരു ഭയങ്കര വേദന. മമ്മി പറഞ്ഞു കുഴപ്പമില്ല, എന്നോട് മമ്മി എന്റെ നെഞ്ചത്ത് തൊട്ടുകൊണ്ട് ധൈര്യപ്പെടും, കുഴപ്പമില്ല, എല്ലാം ശരിയാവും 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 എന്ന് പറഞ്ഞു മമ്മി എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തി, രാത്രി എത്തി, ഡോക്ടർ എന്നെ വന്ന് കണ്ടു. ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് എനിക്ക് ബോഡി മൊത്തം അങ്ങ് വിറച്ചിൽ തുടങ്ങി, കാരണം എന്റെ ബോഡിക്കകത്ത് ഇൻഫെക്ഷൻ ഒത്തിരി എഫക്ട് ആയി തുടങ്ങി. അതുകൊണ്ട് എന്റെ ബോഡി മൊത്തം ഷിവർ ആയി തുടങ്ങി. ഷിവർ എന്ന് വെച്ചാൽ സാധാരണ അതിൽ നമ്മൾ ഇങ്ങനെ ഷിവർ ഉണ്ട്, പക്ഷെ എന്റെ ബോഡി കിടന്ന് പെടഞ്ഞത് ഈ മീൻ വെള്ളത്തിനകത്ത് നമ്മൾ മീൻ എടുത്ത് ബോട്ടിനകത്ത് ഇടുമ്പോൾ മീൻ കിടന്ന് പിടയ്ക്കുന്ന പോലെ എന്റെ ബോഡി കിടന്ന് പിടയ്ക്കുക സ്ട്രക്ചറിന്റെ മണ്ടയ്ക്ക്, കാരണം അത്രയ്ക്കും ഇൻഫെക്ഷൻ ആയി ബോഡി. അന്നേരത്തേക്ക് ഇവർ വന്നിട്ട് വലിയൊരു ഇഞ്ചക്ഷൻ, ഒരു എന്താ പറഞ്ഞേ, ആനിമൽസിന് കൊണ്ടുപോയി അടിക്കുന്ന ഇഞ്ചക്ഷൻ പോലെ ഒരു വലിയൊരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിട്ട് എന്റെ ബോഡിയിലോട്ട് ഇഞ്ചക്ട് അടിച്ചു കഴിഞ്ഞിട്ട് എന്റെ ബോഡിക്കകത്ത് തിളച്ച ചൂടുവെള്ളം ഇഞ്ചക്ട് ചെയ്ത പോലെ എന്റെ ബോഡി മൊത്തം ചൂടായിട്ട് ഒന്ന് ശാന്തമായി, ഫുൾ ശാന്തമായി. അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ എന്തോ വലിയൊരു അപകടമാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എനിക്കറിയില്ല എന്തുവാണ്. ഈ നെഞ്ചുവേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് നല്ല നെഞ്ചുവേദനയും കൂടി ഉണ്ട്, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ട്രീറ്റ്മെന്റ് നോക്കാം, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ വെളി വന്നിട്ട് എന്റെ പപ്പയുടെ അടുത്തും മമ്മയുടെ അടുത്തും ഡോക്ടർ പറഞ്ഞത്, ജെയ്സൺ ഇസ് നോട്ട് എ ഗുഡ് പേഷ്യന്റ്, എന്ന് വെച്ചാൽ ഇവൻ നല്ലൊരു പേഷ്യന്റ് അല്ല, ഇവൻ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇവന്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വേറെ ഹോസ്പിറ്റലിൽ എല്ലാം പോയപ്പോൾ അവരെല്ലാവരും പറഞ്ഞ എന്തുവായിരുന്നു, സിവിയർ. പക്ഷെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ചെറിയൊരു ഹോപ്പ് ഞങ്ങൾക്ക് തന്നു, ഞാൻ ട്രൈ ചെയ്യാം. 15 ദിവസം ഓൾറെഡി ഇവിടെ കഴിഞ്ഞു, എന്റെ ബോഡി ഓൾറെഡി 15 ദിവസം ആക്സിഡന്റ് കഴിഞ്ഞിട്ട് 15 ദിവസമായി. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ ദിവസമാണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. ഈ 15 ദിവസം മൊത്തം എന്റെ ബോഡി ഇൻഫെക്ഷൻ ആയി ഫുൾ ഒരു പരുവായി നിൽക്കുക. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, രാവിലെ തന്നെ നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് നെഞ്ചുവേദന ഉള്ളത് ഞങ്ങൾ ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഒരു ടെസ്റ്റ് ചെയ്തു, നെഞ്ചത്ത് വെച്ച് ഒരു എക്സ്റേ ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇതിനകത്ത് നമുക്ക് എൻജിയോഗ്രാം എന്നാ പറഞ്ഞ എൻജിയോഗ്രാം അവർ ചെയ്തു. എൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നിന്റെ ലങ്സിനകത്ത്, നെഞ്ചത്തിന്റെ പുറകിൽ തന്നെ ലങ്സിനകത്ത് 100 ml കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്ലഡ് ആണോ അതോ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പസ് ആണോ അതോ വെള്ളമാണോ കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾക്കറിയില്ല, പക്ഷെ എന്തോ ഒരു ലിക്വിഡ് ഫോം ആയിട്ട് അവിടെ ഉണ്ട്. അതാണ് നിനക്ക് ചിരിക്കാനുള്ള തടസ്സവും നിനക്ക് ശ്വാസം എടുക്കാനുള്ള തടസ്സവും നിനക്ക് അത്രയും വേദന അവിടെ വരാൻ കാരണം അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ എന്തായാലും നിന്റെ കാലിന്റെ സർജറി ഞങ്ങൾ ചെയ്യാൻ പോകും. ഫസ്റ്റ് സർജറി ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു സർജറിയും ഇതിനകത്ത് നടക്കില്ല. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഇവിടുന്ന് ത്രോട്ടിന്റെ ഇവിടുന്ന് ഞങ്ങൾ ഒരു ഹോൾ ഇടും, അകത്തോട്ട് ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഒരു പൈപ്പ് ഇടും. പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ക്യാമറയും കൂടെ അകത്തോട്ട് പോയിട്ട് ഇത് എവിടെയാണോ കെട്ടിക്കിടക്കുന്നത് അവിടുന്ന് ഈ വാക്യൂം മെഷീൻ വെച്ചിട്ട് ഞങ്ങൾ ഈ പൈപ്പിൽ കൂടെ ഈ ലിക്വിഡ് വലിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു,
അറ്റ് എ ഗോ നമ്മൾ 2 സർജറി ചെയ്യും. ഒന്ന്, നിന്റെ ത്രോട്ടിനോട് തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ഈ സാധനം വലിച്ചെടുക്കുന്നു. സെക്കൻഡ്, നിന്റെ കാലിന്റെ ഓപ്പറേഷനും കൂടി ഞങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. രാത്രി തന്നെ പിന്നെയും പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ തന്ന് ഉറക്കി. അത് കഴിഞ്ഞിട്ട് രാവിലെ 7:30 ആയപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാനുള്ള പരിപാടിയെല്ലാം സെറ്റപ്പ് ആക്കി. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ ഞാൻ സാധാരണ രീതിയിൽ ഗ്രീറ്റ് ചെയ്തു. ഡോക്ടറിനോട് ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വളരെ പേടി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാണ് ഡോക്ടറിനെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഓൾ ദി ബെസ്റ്റ്. ഞാൻ എപ്പോഴാണ് എന്റെ ബോധം കിടന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 സർജറി എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എന്റെ ബോധം എപ്പോഴാണ് പോയെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇഞ്ചക്ഷനോ അനസ്തേഷ്യൊക്കെ തരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, എന്റെ ബോധം പോവും, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഡോക്ടർ എന്നോട് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജെയ്സൺ, ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ യുവർ സർജറി എന്ന് പറഞ്ഞു. നിന്റെ സർജറിക്കകത്ത് ഒരു ചെറിയൊരു ചേഞ്ച് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പം അതൊരു വലിയൊരു ലൈഫിന് ഒരു അപകടമാവും, നിന്റെ ലൈഫ് തിരിച്ച് കിട്ടുമെന്നുള്ളത് പോലും ഞങ്ങൾ സംശയിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ആ സർജറി അവോയ്ഡ് ചെയ്യുവാന്ന് പറഞ്ഞു. നിന്റെ ലങ്സിന് ചെയ്യാൻ പറ്റിയ ഇവിടുന്ന് ഞങ്ങൾ ഒരു കുഴി ഇടുമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക, ഡയറക്റ്റ് നിന്റെ കാല് ഓപ്പൺ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്നലെ രാത്രിയില്ലേ എന്നോട് പറഞ്ഞേ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സർജറി ഒന്നും നടക്കത്തില്ല, എന്റെ ജീവൻ പോകുന്നുള്ളത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പറയുന്നത്? ഞാൻ കുറച്ച് ഹാർഷായിട്ട് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് തിരിച്ചിട്ട് പറഞ്ഞു, ജെയ്സനെ, നീ രാത്രി പെയിൻ കില്ലറുടെ മയക്കത്തിലായിരുന്നു കിടന്നത്. പക്ഷെ രാത്രി 4 മണി, ഒരു 5 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ട് ഒരു എൻജിയോഗ്രാം കൂടെ പിന്നെയും എടുത്തായിരുന്നു. ഇന്ന് രാവിലെ അതിന്റെ റിസൾട്ട് വന്നു. നിന്റെ നെഞ്ചിനകത്ത്, നിന്റെ ലങ്സിനകത്ത് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലേ ഇല്ല. ആ സാധനം അവിടെ കാണാൻ തന്നെ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ മൊത്തം ആ വഴി മൊത്തം ക്ലിയർ ആയി. എന്നോട് പറഞ്ഞു വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ട്, എങ്ങനെ വിശ്വസിക്കും? അപ്പം പുള്ളി പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്ത് നല്ലപോലെ ഒന്ന് ബ്രീത് ഇൻ ബ്രീത് ഔട്ട് ചെയ്ത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ശ്വാസം എടുത്ത് നോക്കിയപ്പം എനിക്ക് നെഞ്ചത്തിൽ ഒരു വേദനയും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആംബുലൻസിൽ കയറുന്ന മുമ്പ് ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് പിന്നെയും ഒരു അടയാളം, ഒരു ചിഹ്നം തരണം, ദൈവം എന്നെ നടത്തും, എന്നെ ഇനിയും ദൈവം ജീവനോട് വെക്കുമെന്നുള്ള ഉറപ്പ് ദൈവം തരുവാണെങ്കിൽ എനിക്കൊരു ചിഹ്നം കാണിക്കണമെന്ന് പറഞ്ഞു. ആ ചിഹ്നം എനിക്ക് ഇവിടെ ഇപ്പം ദൈവം തന്നിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ എന്റെ ഫേസിൽ വളരെ വേറൊരു ഗ്ലോ, എന്റെ ഫേസിൽ വളരെ വേറൊരു സ്മൈൽ തന്നെ, എന്റെ ഫുൾ ബോഡിയിൽ ഒരു വേറൊരു പോസിറ്റീവ് എനർജി തന്നെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്നെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാവരും ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വിടുക, ഓ ഇതൊക്കെ ഒന്നുമില്ല, ദൈവം നടത്തും, ദൈവം എന്റെ കൂടെ ഉണ്ട്, ഇത്രയും നടത്തിയില്ലേ, ഇനിയും ദൈവം നടത്തും. അവരൊക്കെ എന്നെ നോക്കിയിട്ട് അവര് കരയുക, പക്ഷെ ഞാൻ അവരെ നോക്കി ചിരിക്കുക. ഞാൻ പറഞ്ഞു കരയേണ്ട ഒരു ആവശ്യമില്ല, ദൈവം നടത്തും, എനിക്കറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ സർജറികൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. എന്റെ ആനൽ ഹോൾ, നമ്മുടെ മലദ്വാരത്തിന്റെ സൈഡ് വരെ നല്ല ഒരു എന്താ പറയുക ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പൊ 3-ാമത്തെ സർജറി 4-ാമത്തെ സർജറി കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു, ഇനിയും ഇവന്റെ മലദ്വാരത്തിന്റെ അവിടുന്ന് മലം പാസ്സാക്കുവാൻ പാടില്ല, കാരണം ഇവന്റെ അവിടെ എല്ലാം ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങും. അവിടുന്ന് അസിഡിക് സംഭവങ്ങളെല്ലാം പോവുകയാണെങ്കിൽ ഇവന് ഇൻഫെക്ഷൻ ആയി തുടങ്ങും. അതുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അവിടുന്ന് നമുക്ക് ഇവന്റെ മലദ്വാരം ക്ലോസ് ചെയ്തിട്ട് ഇവന്റെ വലിയ കുടല് നമ്മൾ ഇവന്റെ വയറിന്റെ അവിടുന്ന് കീറും. വയറിന്റെ അവിടുന്ന് ഒരു ചെറിയൊരു 10 സെന്റിമീറ്റർ കീറിയിട്ട് അവിടുന്ന് വലിയ കുടൽ വെളിയെടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റോമ ബാഗ് വെക്കുമെന്ന് പറഞ്ഞു. സ്റ്റോമ ബാഗ് ഉണ്ട്. ആ സ്റ്റോമ ബാഗിനകത്താണ് എന്റെ മലം മൊത്തം കളക്ട് ആവുന്നത്. ആ ബാഗ് ഊരുക, കൊണ്ട് കഴുകുക, പിന്നെയും കൊണ്ട് വെക്കുക. ആ രീതിയിലായിരുന്നു എന്റെ അന്നത്തെ സംഭവം. 4 മാസം വരെ എനിക്ക് ഈ മലദ്വാരത്തിന് പാസ്സാക്കുവാൻ ഒന്നും സംഭവിച്ചില്ല. എന്റെ ഈ സ്റ്റോമ ബാഗിനകത്ത് തന്നെ മലം മൊത്തം പാസ്സാക്കുന്ന സ്റ്റോമ ബാഗിനകത്താണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലഡ് ബാഗ്സ് എന്ന് വെച്ചാൽ ഈ ബ്ലഡ് കയറ്റുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50-60 ബാഗ് ബ്ലഡെങ്കിലും എന്റെ ബോഡിക്കകത്ത് ഒരു കയറ്റിയിട്ടുണ്ട്. എവറി സർജറി 15 സർജറി നടന്നു. ഞാൻ 1-2 സർജറിയുടെ കാര്യമല്ല പറയുന്നത്, എനിക്ക് എന്റെ ബോഡിയിൽ ചെയ്തത് ടോട്ടൽ 15 സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ സർജറിക്ക് എല്ലാം ഇടയിൽ എന്റെ ബോഡിയിൽ കയറ്റുന്നത് ബ്ലഡ്, ഒരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് 2 ബാഗ് മൊത്തം ബ്ലഡ് ആണ് എന്റെ ബോഡിയിൽ. ബാഗും ബ്ലഡും പ്ലാസ്മയുമാണ് എന്റെ ബോഡിക്കകത്ത് ഇവര് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇവന്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓരോരോ സർജറി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സർജറിക്കകത്ത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്റെ മമ്മിയോട് ഇവര് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ മോനും നിങ്ങളുടെ കളർ ടോൺ സെയിം. എന്റെ പപ്പ കുറച്ചും കൂടെ ഫെയർ ആണ്, മമ്മി എന്റെ സെയിം കളർ ടോൺ ആണ്. അപ്പൊ മമ്മിയോട് പറഞ്ഞു നിങ്ങൾ മോന് വേണ്ടിയിട്ട് സ്കിൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല, ഞാൻ മോന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ മമ്മിയോട് പറഞ്ഞു നിങ്ങളുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് കാലിൽ നിന്ന് ഞങ്ങൾ എന്തോ ചെയ്യും, ഫുൾ സ്കിൻ എടുത്തിട്ട് മോന്റെ കാലിലോട്ട് ഞങ്ങൾ ഒട്ടിക്കാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല.
പക്ഷെ ഒരു 2-3 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മമ്മിയോട് വന്ന് പറഞ്ഞു, എൻ്റെ ഡാഡിയോട് വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്രൊസീജിയർ അങ്ങ് അവോയ്ഡ് ചെയ്യാം. മമ്മിയുടെ അടുത്ത് നമുക്ക് എടുക്കുന്നത് ശരിയാവത്തില്ല, കാരണം മമ്മിക്ക് കുറച്ച് ഏജ് ആയിട്ടുണ്ട്. പിന്നെ മോന്റെ ഏജും മമ്മിയുടെ ഏജും നല്ല ഡിഫറൻസ് ഉണ്ട്. വേറെ ഒരു കാര്യം, ഫീമെയിൽ ആൻഡ് മെയിൽ ആയതുകൊണ്ട് രണ്ടുപേരുടെ സ്കിൻ ടെക്സ്ചേഴ്സ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ആവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ജെയ്സൺ എന്തായാലും ഇത്രയും വേദന സഹിക്കുന്നുണ്ട്, അവന്റെ ലെഫ്റ്റ് ലെഗ് എല്ലാം മൊത്തം ഡാമേജ് ആയിരിക്കുന്നത്, റൈറ്റ് ലെഗിന് ഒരു പ്രശ്നമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്റെ റൈറ്റ് ലെഗിൽ തന്നെ ഫുൾ സ്കിൻ എടുക്കാന്ന് പറഞ്ഞു. ഇവന്റെ സ്കിൻ തന്നെ ഇവന്റെ ലെഫ്റ്റ് ലെഗിൽ തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ ആകെപ്പാടെ തകർന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഞാൻ ഇത്ര വേദനയായി, നിങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ? അപ്പോൾ അവർ പറഞ്ഞു, ജെയ്സനെ, നിന്നിൽ കാണുന്ന ആ സ്ട്രെങ്ത് ഉണ്ടല്ലോ, നിന്നിൽ കാണുന്ന ആ പവർ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നിൽ നല്ലൊരു വിൽ പവർ ഉണ്ട്, നിനക്ക് ഇത് ചെയ്യാൻ പറ്റും, നീ തന്നെ ഇത് നേരിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും ഇത്രയും നടന്നു, ഇനി ദൈവം നടത്തുമെന്ന് എനിക്കറിയാം, നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ പാർട്സ്, ഒരു ദിവസം തൈയുടെ പാർട്ട് മാത്രം എടുക്കും, പിന്നെ മുട്ടിന്റെ അവിടെ നിന്ന് എടുക്കും, പിന്നെ കാഫ് ഏരിയ, പിന്നെ ആങ്കിൾ ഏരിയ, പിന്നെ നഖത്തിന്റെ ആ ഭാഗം വരെ ഒരു സ്കിൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സർജറികൾ ഡേ ബൈ ഡേ ചെയ്തു. എന്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുവാനിടയായി. നിങ്ങൾ എന്റെ കൈ കാണുന്നുണ്ടോ? ഈ കൈക്ക് ഇവിടെ ഇഞ്ചുറി ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ വിരലിനെല്ലാം ഇതെല്ലാം ഇതെല്ലാം ഫ്രിക്ഷൻ ബേൺസ് എന്ന് പറയും. ഇത് കാണുന്നുണ്ടോ? ഇതെല്ലാം ഫ്രിക്ഷൻ ബേൺസ് ഉണ്ട്. ടാർ റോഡിൽ കൈ ഒരഞ്ഞ് പൊള്ളിയതാണ്. അപ്പോൾ അന്നേരമാണ് ഈ വിരലും ഇങ്ങനെ ആയത്. ഈ വിരലും ഒന്നും ചെയ്തില്ല, ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതിനിപ്പം വേണമെങ്കിലും സർജറി ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഓൾറെഡി എന്റെ ഇത്രയും സർജറി 15 സർജറീസ് കഴിഞ്ഞു, ഇനി ഒരു സർജറിയും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ കൈക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, വിരലും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എഴുതാനും പറ്റുന്നുണ്ട്, എനിക്ക് എന്തോ ചെയ്യാനും ഈ വിരൽ കൊണ്ട് പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ പോകണ്ട, ഇതൊരു അടയാളമായിട്ട് ഇരിക്കും, എനിക്ക് ഓർമ്മയിലിരിക്കും, എനിക്ക് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള ഓർമ്മ എനിക്ക് ഇരിക്കും, അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഈ വിരൽ ഇങ്ങനെ തന്നെയാണ് എന്റെ. അപ്പോൾ അങ്ങനെ ഓരോരോ സർജറികൾ ചെയ്യുവാൻ തുടങ്ങി. ആ സമയങ്ങളിൽ എൻ്റെ കൂടെ നിന്നത് എൻ്റെ അപ്പൻ മാത്രമാണ്. ഞാൻ ഡാഡി എന്ന് വിളിക്കുന്നത് എൻ്റെ അപ്പൻ മാത്രമാണ് എൻ്റെ കൂടെ. കാരണം 2.5 മാസം എൻ്റെ മുറിയിൽ, എൻ്റെ റൂമിൽ, എനിക്ക് സിംഗിൾ ഒരു റൂമാണ് എടുത്ത് തന്നിരിക്കുന്നത്. ആ റൂമിനകത്ത് 2.5 മാസം ആരും കയറാൻ പാടില്ല. നഴ്സസ്, ഡോക്ടേഴ്സും പിന്നെ എൻ്റെ പപ്പ മാത്രമേ കയറാൻ പാടുള്ളൂ. കാരണം ഇൻഫെക്ഷനെ പേടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒരു ഇൻഫെക്ഷൻ എൻ്റെ ബോഡി കയറിയാൽ പിന്നെയും ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2.5 മാസം എൻ്റെ ബെഡിന്റെ സൈഡിൽ തന്നെ വേറൊരു ബെഡിൽ തന്നെ ഡാഡി എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. ആ സമയങ്ങളെല്ലാം അപ്പന്റെ ഒരു സ്നേഹം എന്തുവാണെന്നുള്ള കാര്യം കൂടെ ദൈവം എന്നെ പഠിപ്പിച്ചു. ആ സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹവും ലോകത്തിലുള്ള അപ്പന്റെ സ്നേഹം രണ്ടും ഞാൻ നല്ലപോലെ പഠിക്കാനിടയായി. ആ സമയങ്ങളെല്ലാം ഡാഡി ആണെങ്കിൽ ദിവസം ഒരു 5-6 പ്രാവശ്യങ്ങളിൽ ഛർദ്ദിക്കുന്ന കാരണം എന്ന് വെച്ചാൽ, എന്റെ വയറ്റിൽ നിന്നും ഈ ബാഗ് എടുക്കുമ്പോൾ മലത്തിന്റെ വേറൊരു സ്മെല്ല്, പിന്നെ എന്റെ കാല് അളിഞ്ഞിരിക്കുന്നതുകൊണ്ട് പഴുപ്പിന്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ല്. ആ റൂമിനകത്ത് ആരും കയറി. ഒരു ദിവസമാണെങ്കിൽ ഒരു നേഴ്സ് ഞങ്ങളുടെ മുറി കയറി വന്നു. അവര് കയറി വന്നതും പോയതും ആരും ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, എനിക്ക് ആ റൂമിൽ കയറാൻ പറ്റില്ല, അത്രയ്ക്കും സ്മെല്ലായിരുന്നു എന്നുള്ള അവര് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഇത് മനസ്സിലാവില്ല, കാരണം ഈ സ്മെല്ലിനകത്ത് തന്നെയാണ് ഞാൻ 3 മാസം കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ സ്മെല്ല് മനസ്സിലാവില്ല. പക്ഷെ വെളിയിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ലാസറിനെ 4 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പൊക്കെ, അന്നുള്ള സ്മെല്ലും ഈ സ്മെല്ലും ചിലപ്പം സെയിം ആയിരിക്കും. പക്ഷെ അന്ന് ലാസറിനെ ഉയർത്തിപ്പിച്ച ദൈവമാണെങ്കിലും എന്നെ ഈ ദൈവം ഈ ബെഡിൽ നിന്നും ഉയർപ്പിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനിയുള്ള സർജറീസ് എല്ലാം ദൈവം നല്ലപോലെ നടത്തണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സർജറീസ് നടത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, 11 ഓപ്പറേഷൻ ഞങ്ങൾ കഴിഞ്ഞു, ഇനിയും 12-ാമത്തെയും 13-ാമത്തെയും ഓപ്പറേഷൻ ഞങ്ങൾ അനസ്തേഷ്യ ഇല്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അനസ്തേഷ്യ ഇല്ലാതെയോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, യെസ്, അനസ്തേഷ്യ ഇനിയും നിന്റെ ബോഡി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇനി അനസ്തേഷ്യ നിന്റെ ബോഡി ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിന്റെ കിഡ്നി അടിച്ചു പോകുമെന്ന് പറഞ്ഞു. കാരണം ഈ മെഡിസിൻ മൊത്തം പോയി സ്റ്റോർ ആവുന്നത് നമ്മുടെ കിഡ്നിക്കകത്താണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ കിഡ്നി അടിച്ചു പോയാൽ നിന്റെ ഉള്ള ലൈഫും കൂടെ പോകും, അതുകൊണ്ട് ഇനിയുള്ള സർജറി അനസ്തേഷ്യ ഇല്ലാതെ ചെയ്യണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ അനസ്തേഷ്യ തന്നിട്ടും ഒരു 2 മണിക്കൂർ ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് കാണും. നമ്മൾ തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഈ അനസ്തേഷ്യയുടെ എഫക്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നല്ല വേദന നമുക്ക് മനസ്സിലാവാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഇത്രയും ഞാൻ സഹിക്കുന്നുണ്ട്, ഇനി എനിക്ക് സഹിക്കാൻ പറ്റുമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, യു വിൽ ഡു ഇറ്റ്, യുവർ ഗോഡ് ടു ഹൂം യു ആർ പ്രേയിങ് വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെക്കാളും വിശ്വാസം ഉണ്ടല്ലോ ഈ ഡോക്ടറിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ശരി, നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ അന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു നാപ്കിൻ കൂടെ കൊണ്ടുപോകും, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നാപ്കിൻ കൂടെ കൊണ്ടുപോകും. നാപ്കിൻ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സാൻഡ്വിച്ച് വായിക്കത്തോട്ട് വെക്കുന്ന പോലെ ഈ നാപ്കിന്റെ വായിക്കത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ചിട്ട് 2 സൈഡിലും ബെഡ് ഞാൻ ഇങ്ങനെ ടൈറ്റ് പിടിച്ചിട്ട് ഞാൻ ഡോക്ടറിനെ ഇങ്ങനെ വിരൽ കാണിക്കും, ഡോക്ടർ റെഡി എന്ന് പറയും. അന്നേരം റെഡി എന്ന് പറയും,
ഇവരെല്ലാവരും എൻ്റെ കാലിന്റെ മണ്ടക്കൂടി കയറിയിട്ട് എല്ലാം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ 240 സ്റ്റേപ്പിൾ പിൻസ്, വലിയ സ്റ്റേപ്പിൾ പിൻസ് ഉണ്ടല്ലോ, ആ സ്റ്റേപ്പിൾ പിൻസ് ആണ് എൻ്റെ കാലിൽ മൊത്തം അടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഈ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ സ്കിൻ ഒട്ടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാ. 240 സ്റ്റേപ്പിൾ പിൻസ് മൊത്തം എൻ്റെ കാലിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. 90 സ്റ്റിച്ചസ് നൈലോൺ സ്റ്റിച്ചസ് ആണ്, ഡിസപ്പിയർ ആവുന്ന സ്റ്റിച്ചസ് അല്ല, 90 സ്റ്റിച്ചസ് നൈലോൺ സ്റ്റിച്ചസ്. അതിങ്ങനെ ഊരിയെടുക്കും, ഓരോരോ ത്രെഡ് ഊരിയെടുക്കും. കാരണം ഇത് ഫിക്സ് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയാണ് ഇവർ ഊരുന്നത്. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇവരിടുന്നത് ബെറ്റാഡിനും ഹൈഡ്രോജൻ പെറോക്സൈഡ്. നേരത്തെ പറഞ്ഞ പോലെ 4 ലിറ്റർ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ. ഇത് ഓരോ പിന്ന് ഒരു മാറ്റും, പിന്നെയും ആ പിൻ അടിക്കുന്നു. അപ്പോൾ ഈ സർജറി 2 സർജറിക്കകത്ത് നടന്നതും പിന്ന് മാറ്റുന്നു, അടിക്കുന്നു, സ്റ്റിച്ചിങ് ചെയ്യുന്നു, സ്റ്റിച്ചിങ് മാറ്റുന്നു, ഈ സംഭവങ്ങളാണ് 2 സർജറി നടന്നത്. ഇതിനുള്ള വേദന ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ എനിക്ക് ആ കുളിർമ വരും. കാരണം അത്രയ്ക്കും ഗൂസ് ബംസ് ആണ് എനിക്ക് അത് ആ കാര്യം പറയുമ്പോൾ. കാരണം ആ വേദന എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എങ്ങനെ സഹിച്ചെന്നുള്ളത്. എൻ്റെ കണ്ണീരിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ ഞാൻ നിലവിളിക്കുന്നോ എന്തോ ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് മാത്രമേ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ഇത്രത്തോളം നടത്തി ഇനി നടത്തണം, ഇത്രത്തോളം നടത്തി ഇനി നടത്തണം, ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സർജറീസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ലൂസ് മോഷൻ തുടങ്ങിയപ്പം എൻ്റെ ഈ ബാഗ് മൊത്തം ലീക്കേജ് ആയി തുടങ്ങി. കാരണം ഇതിന്റെ സൈഡിൽ കൂടെ ലൂസ് മോഷൻ ആണെങ്കിൽ, നല്ല പ്രോപ്പർ മോഷൻ ആണെങ്കിൽ കുഴപ്പമില്ലാതെ പോകും, ലൂസ് മോഷൻ ആണെങ്കിൽ ഈ സൈഡിൽ നടത്തുന്ന എല്ലാം പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന ചൂട് തിളപ്പിച്ച വെള്ളവും പോകുന്ന പോലെയാണ് ഇത് ലൂസ് മോഷൻ പോകുന്നത്. അത്രയും നോക്കിയപ്പം എൻ്റെ ഈ വയറിന്റെ ഭാഗം മൊത്തം പൊള്ളിയിരിക്കുക. കാരണം ഈ ചൂട് സംഭവം വെളിയിൽ പോകുന്നുണ്ട്. 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് 3 ദിവസം ലൂസ് മോഷൻ പാസ്സാക്കി. ദിവസം ഒരു 12 ബാഗെങ്കിലും ഞാൻ മാറ്റുമായിരുന്നു ഈ ബാഗ്. അത്രയ്ക്കും ബുദ്ധിമുട്ടിൽ നിന്നും ദൈവം എന്നെ കൊണ്ടുവന്നു. പക്ഷെ അതിലെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. അതെല്ലാം നിർത്തി, ദൈവം എല്ലാം അത് ചന്തമുചിതമായി നടത്തി. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, നിന്റെ മലദ്വാരത്തിന്റെ അവിടുത്തെ സംഭവം നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് നിന്റെ ലോങ് ഇൻറ്റസ്റ്റൈൻ പിന്നെയും അതിന്റെ സ്ഥലത്ത് തന്നെ ഇടാം. അങ്ങനെ ആ സർജറിയും കൂടെ അവിടുന്ന് ബാഗ് മാറ്റി പിന്നെയും അത് തയ്ച്ചു. എന്റെ മലദ്വാരത്തിൽ തന്നെ പിന്നെയും എല്ലാം പാസ്സാക്കുന്ന രീതിയിൽ 5 ദിവസം വെള്ളം കുടിക്കാതെ 5 ദിവസം എന്നെ നിർത്തി. എന്നോട് പറഞ്ഞു, ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇൻറ്റസ്റ്റൈൻ ക്ലിയർ ആക്കാൻ വേണ്ടി കോക്കനട്ട് വാട്ടർ മാത്രമേ കുടിക്കാവൂ. പക്ഷെ അതും ദിവസം 3 കോക്കനട്ട് വാട്ടർ മാത്രമേ കുടിക്കാവൂ. വേറെ ഒന്നും കഴിക്കാൻ പാടില്ല, സോളിഡ് ആയിട്ട് ഒന്നും കഴിക്കാൻ പാടില്ല, ഒന്നുമേ പാടില്ല. വെള്ളം മാത്രം, വെള്ളം എന്ന് വെച്ചാൽ തേങ്ങ വെള്ളം മാത്രം, ഈ കരിക്കിന്റെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടില്ല. അങ്ങനെ 5 ദിവസം വിത്തൗട്ട് എനി ഫുഡ്. ആ സമയത്ത് എനിക്ക് ആ സമയത്ത് ഞാൻ സത്യമായിട്ട് പറയുവാണെങ്കിൽ ഉപവസിക്കാൻ പഠിച്ചു. കാരണം പാനൽ സർജറി എന്ന് വെച്ചാൽ എല്ലാ സർജറിക്കും 7 മണിക്കൂർ മുമ്പേ ഒന്നും കഴിക്കാൻ പാടില്ല, എല്ലാ സർജറിക്കും 7 മണിക്കൂർ പിന്നെയും ഒന്നും കഴിക്കാൻ പാടില്ല. അന്നേരം ദിവസം പാനൽ സർജറി എന്ന് വെച്ചാൽ 14 മണിക്കൂർ വെച്ച് പാനൽ സർജറി അത്രയും ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഇന്നും ഞാൻ മിനിസ്ട്രിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ഉപവസിക്കാനുള്ള കൃപയും ദൈവം എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ഡെയിലി ചെയ്യുന്നു. അങ്ങനെ പാനൽ സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2.5-3 മാസം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വന്നു. ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 രൂപ വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കയറി. എന്റെ പപ്പയുടെ പോക്കറ്റിൽ 3000 രൂപ, എന്റെ അക്കൗണ്ട് ആണെങ്കിൽ മൈനസിൽ. പക്ഷെ ഞങ്ങൾ എക്സ്പെൻസ് എടുത്ത് നോക്കി, 15 സർജറിയുടെ എക്സ്പെൻസ് എടുത്ത് നോക്കിയപ്പം 55.5 lakh റുപ്പീസ് ചെലവായിട്ടുണ്ട്. ഞാൻ ഇന്നും ഈ വീഡിയോയിൽ നിന്നും എന്നെ കാണുന്നവർ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളല്ലാതെ എനിക്ക് ആരും ഈ ലോകത്തിൽ സഹായമില്ല. നിങ്ങളെല്ലാവരും ദൈവം ഉപയോഗിച്ചു എന്നെ സഹായിക്കാൻ വേണ്ടി എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കാരണം 55 ലക്ഷം രൂപ എങ്ങനെ എൻ്റെ പപ്പയുടെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. എവിടുന്നൊക്കെയോ ദൈവം വഴി തുറന്നു, എവിടുന്നൊക്കെയോ ദൈവം വാതിലുകൾ തുറന്നു. എല്ലാ കാര്യം 1 രൂപ പോലും ഡ്യൂ ഇല്ലാതെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ഡിസ്ചാർജ് എടുത്ത് വീട്ടിൽ പോകുന്നത്. അങ്ങനെ മെയ് 12 2023 നടന്ന അപകടമാണ് ഞാൻ പറയുന്നത്. ഇന്ന് അതിന് 2-2.5 വർഷമായി കഴിഞ്ഞു. ഇന്നും 2 മണിക്കൂർ സമയം പറഞ്ഞെടുത്ത് ഇന്ന് ഞാൻ 2.5 വർഷം ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും ഞാൻ ദൈവവേലയിൽ ഒത്തിരി നല്ലപോലെ എന്താ പറയുക, ഒരു ഗ്രേറ്റർ പ്ലാറ്റ്ഫോംസിലാണ് ദൈവം എന്നെ കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും സാക്ഷ്യം പറയുവാനും. ഇപ്പൊ എന്നോട് ദൈവം പറയുന്നത്, നീ ഒരു ബൈബിൾ കോളേജിൽ പോയിട്ട് 3 വർഷം പഠിക്കും, പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ട് നിനക്കൊരു സാക്ഷ്യമില്ല. പക്ഷെ ഇന്ന് എനിക്ക് വലിയൊരു പ്രസംഗം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയാലും എൻ്റെ സാക്ഷ്യം മാത്രം പറഞ്ഞാൽ മതി, അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. കാരണം ഈ സാക്ഷ്യം, ഞാൻ ബസ്സിൽ പോവുകയാണെങ്കിൽ തന്നെ, ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുവാണെങ്കിൽ തന്നെ, നിങ്ങളുടെ പേരെന്തുവാ, അപ്പൻ എൻ്റെ കയ്യിൽ എന്തോ പറ്റിയെന്ന് ചോദിക്കും.
എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഉടനെ തന്നെ പറയാൻ കഴിയും, ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ഒരു സാക്ഷ്യം മതി. ഒരു ദിവസം രാത്രി മൊത്തം ഉറങ്ങത്തില്ല. കാരണം ഇത്രയും ഡീപ്പായിട്ടുള്ള ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയും. അന്ന് അവരോട് ദൈവം സംസാരിക്കും. അങ്ങനെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ സാക്ഷ്യം കേട്ടവർ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയില്ല, പക്ഷെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങൾക്ക് ദൈവത്തോട് കുറച്ചും കൂടെ അടുപ്പം തോന്നി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ യുവാക്കളായിരിക്കുമോ അതോ എൽഡേഴ്സ് ആയിരിക്കുമോ, നിങ്ങൾ ആരായാലും, നിങ്ങൾ ഒരു നോർമൽ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞായാലും, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മേൽ ഒരു ദൈവ ശബ്ദം ഉണ്ടെങ്കിൽ, ഒരു ദൈവവിളി ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്നെ പോലെ നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം, ദൈവം ഇത് ചെയ്താലേ ഞാൻ ചെയ്യത്തുള്ളൂ, അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതൊട്ടുമേ ശരിയല്ല. നിങ്ങളുടെ മേലൊരു വിളി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. എന്നാലേ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ പ്രവൃത്തി ചെയ്തുള്ളൂ. ആ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ എന്താ പറയുക, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിന് നമ്മൾ നന്ദി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ പറയട്ടെ, ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ വേദന സഹിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. അതിനപ്പുറം ദൈവം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത് തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സങ്കടവും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വേദന മാത്രമേ ദൈവം തരത്തുള്ളൂ. അതിനപ്പുറം നിങ്ങളെ ദൈവം എന്താ പറയുന്നത്, അത് സഹിക്കാനുള്ള കൃപ ദൈവം തരും. അതിനപ്പുറം ദൈവം തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് നിങ്ങളുടെ ഇനിയുള്ള ജീവിതം നിങ്ങൾ നയിക്കാൻ നോക്കുക. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിശ്വസ്തനായിട്ട് നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചന്തമുചിതമായിട്ട് നടത്തി തരും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന അരുമ ടിവിക്കും പിന്നെ പാസ്റ്റർ ഡാനിയൽ ജോണിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ ടിവിയിലേക്ക് റെഫറൻസ് തന്ന ബ്രദർ രഞ്ജിത്ത് ലാലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെയും എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പം ബാംഗ്ലൂരിലായിരിക്കുന്നു. ബാംഗ്ലൂരിൽ ലിംഗരാജപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ്. നിങ്ങൾ എൻ്റെ ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഫാമിലി പൂനെ ചിഞ്ചുവാഡ് സഭ, ചർച്ച് ഓഫ് ഗോഡ് ചിഞ്ചുവാഡ് സഭയിലാണ് ഇപ്പം മിനിസ്റ്റർ ചെയ്യുന്നത്. എൻ്റെ പപ്പയുടെ പേര് ജോസ്മോൻ, എൻ്റെ മമ്മിയുടെ പേര് എലിസബത്ത്, എൻ്റെ ചേച്ചിയുടെ പേര് ബ്ലെസ്സി, എൻ്റെ അളിയൻ്റെ പേര് ഷിബു, എൻ്റെ നീസിന്റെ പേര് ഗ്രേസ്ലിൻ. നിങ്ങൾ ഇവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ പേഴ്സണലി ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്നും വലിയൊരു അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവർക്കും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. Lord Heavenly Father, we thank you for this wonderful time that you have given in our lives, Jesus. Lord, there have been many times that we have put down in our lives. We have put ourselves down, but Lord, we know that you are the one who will pick us up from every bad situation of our life, Abba Father, Lord. Lord, as you have protected me from a big accident, Abba Father, Lord, you have kept me safe and sound, where the doctors and the medical college told me that you would only survive for 2 hours, but I am today surviving 2.5 years of my second life. And Lord, it is only for your glorification, Jesus. There are many people who are watching this live video, Abba Father, Lord. We pray for them. We pray for their life, Abba Father. Whatever situations they are going through, we pray that you bring them out of it. The Lord who is with me is the Lord who is with them as well. We believe that, Abba Father. We pray for each one of them. We pray for this Aroma TV. Let this TV be a blessing to many and many about this in this world, Abba Father, Lord. Let this circulate all over the globe. Let this circulate all over this world, Abba Father, Lord. Let it be a blessing to many who are down in their life, Abba Father, Lord. Let this message, let this testimony be a big encouragement in their life, Abba Father, Lord. We pray for everyone, those who are watching, Abba Father, Lord. Jesus, we bless them in the mighty name of Jesus, Abba Father, Lord. Asking this small prayer in the mighty name of our Savior Jesus Christ. Amen. Amen. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all. Thank you. Thank you so much. ആമേൻ, ആമേൻ, ആമേൻ. ജയ്സൺ മോനെ, എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ജീവിതം ഒരു അത്ഭുത സംഭവമാണ്, ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഇന്ന്
ഈ ഒരു സാക്ഷ്യവുമായിട്ട് ഇങ്ങനെ അരോമ ടി വിയിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ദൈവം ഈ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ മഹാദയയും വലിയ പദ്ധതിയുടെയും പ്ലാനിൻ്റെയും കാര്യപരിപാടിയിൽപ്പെട്ടതാണെന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെ ഡോക്ടർമാർ വൈദ്യശാസ്ത്രം പറഞ്ഞു കേവലം 2 മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് വിധി എഴുതി. എന്നാൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം തൻ്റെ മഹാപദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയായിരിക്കുവാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതെത്ര വലുതാണ്. ഒരസ്ഥി പോലും ഒടിഞ്ഞു പോകാതെ 15 ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതൊന്നും ഒരസ്ഥിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. പകരം ശരീരത്തിൻ്റെ തകർന്നു പോയ മാംസഭാഗങ്ങളെ കൂട്ടിത്തിന്നുവാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, മാതാപിതാക്കന്മാർ വളരെ ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ്. എന്നാൽ വളർന്നു വന്ന ജീവിത സാഹചര്യത്തിൽ പരാധീനതകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ആവശ്യങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ ചെറിയ ചെറിയ ജോലികൾ തുടങ്ങി. ആദ്യം തുടങ്ങിയത് പത്രവിതരണം, അവിടം തൊട്ട് ഇങ്ങോട്ട് അവസാനം ഇന്നിപ്പോൾ വന്നു നിൽക്കുന്ന ഒരു വ്യത്യസ്ത മേഖല വരെ ഓരോ പടികളിൽ ഉയർന്ന് വലിയ ഒരു സാക്ഷ്യമായിട്ട് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ. സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഇതൊരു ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സാക്ഷ്യമാണ്. അതിനെ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തവണ്ണമുള്ള അനുഭവങ്ങളിലൂടെ അത് സ്പഷ്ടമാണ്, പ്രകടമാണ്. ഒരുപാട് കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. ഇന്ന് ഈ 26-ാമത്തെ വയസ്സിൽ ഇത്ര വലിയൊരു സാക്ഷ്യത്തിനുടമയാക്കി തീർത്തത് ദൈവത്തിൻ്റെ മഹാപദ്ധതി എന്നുമാണ് പറയുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഘട്ടം ഘട്ടമായി പോയ വഴികളിലൂടെ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ അത് ഈ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു പക്ഷെങ്കിൽ കഴിയുമായിരുന്നില്ല. പകരം ആ യാത്രയുടെ മധ്യത്തിൽ നല്ല സമയത്ത് തന്നെ ദൈവം ഒരു പിടിപിടിച്ചു. പക്ഷേ അത് തകർത്ത് കളയുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല, പകരം ഉടച്ച് വാർക്കുവാൻ വേണ്ടിയിട്ടായി. ആമേൻ. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരുന്നത് കൊണ്ട് ഇന്ന് ഈ സാക്ഷി പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞു. സ്തോത്രം. യോന ദൈവത്തിൻ്റെ ദാസനോട്, യോനായോട് യഹോവയായ ദൈവം പറഞ്ഞു നിനവയിലേക്ക് പോകുവാൻ. പക്ഷേ യോനായ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. പകരം തർശീസിലേക്കുള്ള കപ്പൽ കണ്ടു, അതിൽ കയറി താൻ യാത്ര ചെയ്തു. പക്ഷേ ആ കപ്പലിന് വലിയ നാശനഷ്ടങ്ങൾ, അതിലെ യാത്രക്കാർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാൽ യോന ദൈവസന്നിധിയിൽ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. യാത്രക്കാരോട്, കപ്പൽക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് കടലിൽ കളയുവാൻ പറഞ്ഞു. അവരെ യോനായെ എടുത്ത് കടലിൽ കളഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കടലിൽ കളഞ്ഞെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഇടയായില്ല. കാരണം ഇവൻ ചെന്ന് വീണത് കടലിലല്ല, പകരം ദൈവം അവിടെ കൽപ്പിച്ചാക്കിയ മഹാമത്സ്യത്തിൻ്റെ വായിലേക്കാണ്. നേരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് പോയി. നമ്മളവിടെ വായിക്കുന്നു, 3 രാവും 3 പകലും അയോന ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ആയിരുന്നു. നേരെ ആ മത്സ്യം പോയത് എവിടെ ദൈവം നിശ്ചയിച്ചോ അവിടെ യോനായെ കൊണ്ട് എത്തിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ കൊണ്ടു എന്നതുകൊണ്ടാണ് യോനായുടെ പ്രസംഗം നിനവയിലെ ജനങ്ങൾ കേൾക്കുവാനിടയായി തീർന്നത്. കാരണം
നിനവയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് വൊമിറ്റ് ചെയ്ത് ഛർദ്ദിക്കപ്പെട്ട ഒരു വ്യക്തിയെന്ന് പറയുമ്പോൾ അവനൊരു ദേവൻ എന്നാണ് നിനവയിലെ ജനങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുവാനും അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾ അനുസരിച്ച് അവർ അംഗീകരിക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് തന്നെ അയോനായുടെ വാക്കുകൾ അവരൊരു ദൈവ ശബ്ദമായിട്ട് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. യോന പറഞ്ഞതൊക്കെ അവർ ഏറ്റെടുത്തു. നിനവയിലെ ജനങ്ങൾ അവിടെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുവാൻ ഇടയായി തീർന്നു. കൊച്ചു കുട്ടികൾ വരെ, ദേശത്തെ മൃഗങ്ങൾ പോലും ഉപവാസം കിടന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പിന്നത്തേതിൽ ആ ദേശത്ത് വലിയ അനുതാപവും ദൈവപ്രവൃത്തിയും വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മൾ ആ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചില വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും, ചില തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ സ്വർഗത്തിലെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കും മറ്റാരെയെങ്കിലും അതിന് പകരം ഉപയോഗിക്കാമായിരുന്നില്ലേ? ഇല്ല, പകരത്തിന് വയ്ക്കാൻ ദൈവം വേറെ ആരെയും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം നമ്മെ തന്നെയാണ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലാസറിൻ്റെ ജീവിതം നമുക്കറിയാം. താൻ രോഗിയായി കിടന്നപ്പോൾ വിവരം അറിയിച്ചു, പക്ഷേ യേശു ആ ഭവനത്തിൽ പോയില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആണ് ഈ രോഗമെന്ന് അവിടെ കർത്താവ് മറുപടി പറയുകയും ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവിടെ വരികയും നേരത്തെ ജയ്സമോൻ പറഞ്ഞതുപോലെ നാറ്റം വച്ച അനുഭവത്തിൽ ആ കല്ലറ തുറക്കുവാൻ ആർക്കും കഴിയാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് ആ കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുക, ലാസറിനെ ജീവനുള്ളവനാക്കി അവൻ പുറത്തു വന്നു. അവൻ ഒരത്ഭുത സാക്ഷ്യമായി തീരുവാനിടയായിത്തീർന്നു. പലരും കർത്താവായ യേശു ക്രിസ്തുവിനെ അത് മുഖാന്തരമായി വിശ്വസിക്കുവാനിടയായിത്തീർന്നു. പ്രിയ ജയ്സമോൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു മഹാ അത്ഭുതം ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി പരിശോധിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ള ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ, ഒരു പക്ഷെങ്കിൽ അത് മറ്റേ ആർക്കെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇത് സഹിക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇന്ന് ഈ കാര്യങ്ങൾ പറയുവാനോ കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി ജെയ്സനെ ദൈവം ഒരുക്കി. ജെയ്സൻ്റെ മാതാപിതാക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്തു. അവരൊക്കെ ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദൈവം ദാനം കൊടുത്തതായ പ്രിയമകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രിയ മാതാപിതാക്കന്മാർ കർത്തൃവേലയിലായിരിക്കുമ്പോൾ തന്നെ അവർ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ ജെയ്സനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഏറെ അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഫ്യൂച്ചർ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സൗഖ്യാരോഗ്യം തരട്ടെ. മറ്റ് പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമാ ടിവിയുടെ ശ്രോതാക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞല്ലോ. അരോമാ ടിവിയുടെ ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകളിൽ പ്രിയ ജെയ്സൺ മോൻ്റെ സാക്ഷ്യം ഇതിനോടകം നമുക്ക് പബ്ലിഷ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എവിടെയൊക്കെയോ വെച്ച് നാം നമ്മുടെ ദൈവവുമായിട്ടെടുത്ത ചില തീരുമാനങ്ങൾ, ഉടമ്പടികൾ നാം ചിന്തിക്കാതെ, ശ്രദ്ധിക്കാതെ നാം അതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ടോ, മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അതിലേക്ക് മടങ്ങി വരുവാൻ നാം തയ്യാറാകണം. ഇല്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും. വില കൊടുത്തെങ്കിൽ മാത്രമേ വിലയേറിയത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയ ജെയ്സൺ മോൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട്
ഇന്ന് ഒരു വിലയേറിയ സാക്ഷ്യം പറയുവാൻ കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ പര്യാപ്തമായി തീർന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് ദൈവത്തെ അതിലൂടെ മഹിമപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ജയ്സമോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രാത്രി 9 മണിക്ക് പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.